വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ പണം കൊടുത്തത്? എന്നാ പിന്നെ പേരക്കുട്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് വിചാരിച്ചിട്ട് തങ്ങന്മാർക്ക് എന്തും ചെയ്യാന്നൊന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ഒരു ചില മോശപ്പെട്ട് ചെയ്താൽ അതൊക്കെ സഹിയാനല്ല നല്ലത്, അതൊന്നുമല്ല അതിന്റെ അർത്ഥം. സ്നേഹമെന്ന് വേറെയാണ്, ഇഷ്ടമെന്ന് വേറെയാണ്. നിങ്ങൾ ഇവിടേക്കൊക്കെ പോയി നോക്കി, ഇവിടേക്ക് കർണാടകയിലേക്ക് പോയി നോക്കി. അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ ഓരോ സ്വഭാവമാണ് അതുകൊണ്ട് ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ നിസ്കരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇഷ്ടമൊന്നും വേറെയാണ്, ഇബാദത്തൊന്നും വേറെയാണ്. അങ്ങനെയാണ് അത്. പ്രേമിക്കുന്ന ചെക്കന്മാർക്കും പെൺകുട്ടികൾക്ക് പ്രേമത്തിന്റെ രസം അറിയുള്ളൂ. ആ രസം അറിയാൻ വേണ്ടി ഞാനും പ്രേമിക്കാൻ പോകണ്ട. കാരണം ഇഷ്ടം സ്നേഹം എന്നൊക്കെ പറഞ്ഞ സംഭവം ليلى وعشر بعمر دفتاتم ليلى ليلى أسهاتم من سهيتوني أسهاكم وأسها ما مرحبا ودر هواكم آدر هواكم نادي وادر بدان قادي وشكو خير الله 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 يكنون غفر العاشقين ابغى وبعادك انتم والله والله ريبي لمرادتم دايم دايم داربين واشتاق أزغل أنتم للفراق لفراق بطير على الفراق أسهاتم من سهيتوني أسهاكم وأسهى ما مرحبا ودر هواكم ലൈല മജ്നൂന്റെ കാര്യം നമുക്ക് അറിയാം. എന്നാൽ ഈ മജ്നൂന്റെ അടുത്ത് കൈസിന്റെ അടുത്ത് ലൈലന്റെ പേര് പറഞ്ഞാൽ പിന്നെ റേഞ്ച് ഒക്കെ മാറി. മലമുകളിൽ ഒറ്റക്കിരുന്ന് സുബ്ഹാനല്ലാഹ് ആ പറമ്പിലേക്ക് ഭാഗത്തേക്ക് ആരെങ്കിലും കയറി വന്നാൽ കല്ലെടുത്ത്. അപ്പൊ സാഹിത്യ പാട്ട് പാടിയപ്പോ അന്നത്തെ ഉസ്താദുമാർക്ക് എന്ത് വേണം ഇങ്ങനെ കറക്റ്റാണ്. മറ്റുള്ളവർക്കൊക്കെ നമുക്ക് റെഡിയാക്കാം. നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ? അപ്പൊ എന്താ ഈ കല്ലെടുത്തെറിയും ആര് വന്നാലും ഏറാണ്, ഒന്നും നോക്കൂല. അപ്പോഴാണ് അവിടുത്തെ ആളുകളോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇപ്പൊ ഇയാളെ പാട്ട് ക്രോഡീകരിക്കാൻ ഒരു വഴി. അപ്പൊ പറഞ്ഞു ഒരു വഴി. എന്താ? മുമ്പ് വീടിലേക്ക് വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ തിരിച്ചു കയറും. അപ്പോഴൊന്നും സംസാരിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ഇപ്പൊ ഇയാളെ ഭാഷ ഭയങ്കര ഭാഷ കഴിവാണ് അയാൾക്ക്. പാട്ടൊക്കെ സാഹിത്യമാണ്. നമുക്ക് സാഹിത്യം അറിയാത്തതുകൊണ്ടാണ്. ലൈല വമാ ലൈല വലം ആറമിത്തില്ലഹാ അങ്ങനെ പാട്ടോട്ട് ലൈലന്റെ പാട്ട്. അപ്പൊ ഇയാളെ പാട്ട് കിട്ടാനുള്ള മാർഗം അവിടേക്ക് ഏറ് കിട്ടില്ലല്ലോ. അപ്പൊ ഒരാള് പറഞ്ഞു കൊടുത്ത് മലമുകളിൽ കയറിയിട്ട് ദൂരത്ത് നിന്ന് വിളിച്ചു ചോദിക്കുക എന്താ ലൈലന്റെ വർത്താനം. എന്നാ പിന്നെ മൂപ്പർക്ക് പിന്നെ ഫുൾ ഇഷ്ടമായി. ഫുൾ ഇഷ്ടമായി. പിന്നെ മൂപ്പർ എന്തായി നല്ല ഹാപ്പിയിലെ സംസാരിക്കുള്ളൂ. പിന്നെ എന്തും പറയാ എന്തും കേൾക്കാം. അങ്ങനെയാണ്. ആരോടെ വീട്ടിൽ പോയിക്കോ. അപ്പൊ എന്താ സുബ്ഹാനല്ലാഹ് ഈ കൈസ് ലൈലനെ കേട്ടാൽ ഇഷ്ടത്തിന്റെ ഊക്കുകൊണ്ട് സന്തോഷിക്കുന്നത് പോലെ ഒരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളോട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഉദാഹരിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയുന്ന ആളോട് തന്നെ ഇഷ്ടത്തിൽ പേര് പറയുന്ന ആളോട് അല്ലാഹുവിന് ഇഷ്ടമാണ്. അവിടുത്തെ മദ്ഹ് ചൊല്ലുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. മാദിഹീങ്ങൾക്ക് സന്തോഷമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അയ്യദഹുല്ലാഹു ബിറൂഹിൽ ഖുദുസ്. ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആല ഭയങ്കര മദ്ഹ് പാടുന്ന ആളാണ്. മദീനത്തെ പള്ളിയിലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനെ മദ്ഹ് പാട്ട് പാടും. അപ്പോഴാണ് എന്ത് പറഞ്ഞത്? ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് റൂഹ് അല്ലാഹു അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് അയ്യദഹുല്ലാഹു ബിറൂഹിൽ ഖുദുസ്.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സഹായം നൽകട്ടെ. ആർക്ക് ജിബ്രീൽ മറ്റേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു ഭയങ്കര പാട്ടാണ്. وحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرعا من كل عيب كأنك قد خلقت كما تشاء. ഇങ്ങനെ മദീന പാടുന്നവരാണ്. ഒരു ദിവസം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ മജ്ലിസിൽ കാണാനില്ല. അപ്പോൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെ പോയി ഹസ്സാൻ? അപ്പോൾ ആരും കണ്ടോരില്ല. അങ്ങനെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് വിളിക്കാൻ പോയി. സുബ്ഹാനല്ലാഹ്. ആരാ ബിലാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത ബിലാൽ. അന്ന് പാവപ്പെട്ട അടിമയായി ജീവിച്ചപ്പോൾ ചുട്ടുകണ്ണന്മാർ പരപ്പിൽ ഇട്ടുകൊണ്ടടിക്കുന്നു കൊടുപ്രഹരമേ ചുമത്തി നെഞ്ചതിൽ കഠിന പാറയും നുറുറുമില്ലുകൾ കറകറോ മണൽ പരപ്പിലിട്ടുകൊണ്ട് ചാട്ടവാറ് കൊണ്ടടിച്ച് ഉമയ്യത്ത് എന്ന് പറയുന്ന വഹയൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിച്ച് പാറക്കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെച്ച് വേദനിപ്പിച്ച് പക്ഷേ മോചിപ്പിച്ചു. പണം കൊടുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അറിയില്ലേ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ് ആരെ വിളിക്കാൻ പോണത്? ഹസ്സാൻ റളിയല്ലാഹു അൻഹു വിളിക്കാൻ പോണത്. വീട്ടിലെത്തിയപ്പോൾ പതച്ച് തണുപ്പ് പനിച്ചിട്ടില്ല. നിങ്ങളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു, യാ റബ്ബ് വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എന്തായി? ഫുൾ റേഞ്ച് സന്തോഷം കൂടി. അതങ്ങനെയാണ്. ഇഷ്ടപ്പെട്ട ആളെ വിളിച്ചാലും സന്തോഷം ഉണ്ടാകും. ഞാൻ ഒരു ഭാഗം കയ്യും കാലൊക്കെ കുഴഞ്ഞിരുന്നു 2 മാസമായിട്ട്. അപ്പൊ കുഴഞ്ഞ സമയത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് ഫോൺ ചെയ്തു. ആ ഫോൺ കണ്ട് വന്ന് ഹലോ എന്ന് പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ട ആളെ വിളിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ആ ഒരു സുഖം ഇവിടെ ഉണ്ടായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുമ്പോൾ എന്ത് സുഖം ഉണ്ടാവും? ഇഷ്ടപ്പെട്ടവർ, അത് പ്രേമിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഒരു പെണ്ണിന് ഇഷ്ടപ്പെട്ട ഒരു കാമുകനെ വിളിച്ചാൽ ഹലോ എന്ന് പറഞ്ഞാൽ ഓള് നിലത്താകുമല്ലോ സന്തോഷം കൊണ്ട്. പിന്നെന്താ, ചിലപ്പോൾ ഫോണൊക്കെ ഇഷ്ടം കൊണ്ടേ അതൊക്കെ ഉണ്ടാവും. ആണെങ്കിൽ ഉള്ളവരോട് ചോദിച്ചാലേ അറിയാനുള്ളതൊക്കെ. അല്ലാഹു തആല അങ്ങനെ കാക്കട്ടെ നമ്മളെ. ഏത് വേണ്ട നമുക്ക്. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തൽക്കാലം അത് ടെൻഷനാണ്. മദീനയിലേക്ക് സ്നേഹം കൊടുക്കുക, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക, അതാണ് ഖൈർ. അതാണ് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം. കാരണം പ്രേമിക്കുന്നവർ രോഗിയായാൽ, പ്രേമിക്കുന്നവർക്ക് വല്ല പ്രശ്നങ്ങളും കേട്ടാൽ നമ്മൾ ആകെ ഡിസോർഡർ ആകും. ഞാൻ അറിയുന്ന ഒരു കേസാണ്. കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ ഒരു ചങ്ങായി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു സാധനം, ഒരു ഉണ്ട അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇടങ്ങേറായിട്ട്. ഇപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്തിലാണ്. അവൻ ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകി ഈ സംഭവം അറിഞ്ഞു. ആക്സിഡന്റ് ആയിട്ടുണ്ട് കാമുകൻ. അവൾ കാണാൻ വന്നു. സുബ്ഹാനല്ലാഹ്. ഹോസ്പിറ്റലിൽ കാണണം വാശി പിടിച്ച് കണ്ട്. മലപ്പുറം ജില്ലയിലുള്ള പെണ്ണാണ്, കോഴിക്കോട് ജില്ലയിലുള്ള ആണാണ്. അങ്ങനെ കാണാമെന്ന് കണ്ട് അവൾ വീട്ടിൽ ചെന്ന് തൂങ്ങി മരിച്ചു. ഇപ്പൊ ഓന് വേറെ പെണ്ണും കെട്ടി 2 മക്കളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും സമാധാനം തരട്ടെ. അപ്പൊ ടെൻഷന്റെ ലോകമാണ് പ്രേമം. പക്ഷേ മദീനയിലേക്ക് സ്നേഹം പോയാൽ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ ഫുൾ ടൈം ഹാപ്പിയാവും, സന്തോഷമാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്നേഹിച്ച് നോക്കി. നിങ്ങൾ സലാത്തിൽ ഇങ്ങനെ ചൊല്ലിയിട്ട് ഇഷ്ടം മദീന ഇഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഇഷ്ടം മദീന ഇഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആസുരം കേൾക്കാത്ത കാതെന്തിനാ. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആസ്വരം കേൾക്കാത്ത കാതെന്തിനാ. കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യം.
കാണപ്പെട്ട പച്ച കുബ്ബ കണ്ടിട്ട് പുറത്തെ ജനതുൽ ബഖീന്റെ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ആ പച്ച കുബ്ബ ഇങ്ങനെ കണ്ടിട്ട് ഒന്ന് ആസ്വദിച്ച് പാടിയൊക്കെ എന്ത് സുഖം. ഉറുദുകാരെ അങ്ങനെ പാടും. മുസ്തഫ ജാനേ റഹ്മത്ത് പേ ലാഖോ സലാം. ഇങ്ങനെ കേട്ടാൽ ഒരു ഭാഷ അറിയാൻ ഒരു സുഖം ഉണ്ടാവും. ഇങ്ങനെ जब के सरकार तशरीफ लाने लगे हुरों इल्म भी खुशियां मनाने लगे हर तरफ नूर की रोशनी छा गई मुस्तफा कामिले जिंदगी मिल गई. ഇതിങ്ങനെ കേൾക്കുമ്പോൾ അർത്ഥം എന്ന് പറയുന്ന ഒരു സുഖം. അല്ലാഹു തആല നമുക്ക് ഹബ്ബുൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഹസ്സാൻ റളിയല്ലാഹു അൻഹു ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്ന് വിളിക്കുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു യാ ഹസ്സാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ രോഗമൊക്കെ മാറി. എന്തൊരു സന്തോഷമാണ്, എന്തൊരു കുളിരാണ്, എന്തൊരു ആവേശമാണ്. ആ നേരത്തെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ആ പദത്തൊക്കെ വലിച്ചിട്ട് കൂടെ പോരാൻ തയ്യാറായി. മദീനത്തെ പള്ളിയിൽ വന്നിട്ട് എന്നെ അവിടെ നിന്ന് വിളിച്ചല്ലേ എന്ന് ചോദിച്ചു പറയാണ്, ഞാനല്ല വിളിച്ചത്, സഹാബികൾ കേൾക്കുന്നുണ്ട്, യാ റബ്ബ് എന്തായത്? അപ്പോഴാണ് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഹസ്സാൻ നിങ്ങളെ വിളിച്ചത് ജിബ്രീലാണ്. ഇങ്ങനെയുണ്ട് മാദിഹുർ റസൂലാണോ? അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിളി വരികയാ. എന്താ കാര്യം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും ആ ഇഷ്കിന്റെ ഗാനവും അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഈ വീട് അല്ലാഹു തആല ബറക്കത്തുള്ള വീടാക്കട്ടെ. ഇവരെ മക്കൾക്കും ഇവരെ കുടുംബങ്ങൾക്കും ഖൈർ ബറക്കത്ത് സലാം സന്തോഷം അല്ലാഹു തആല നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മദ്ഹ് പാടണം, കുറേ പാടണം. ബുർദ ഇൻഷാ അല്ലാഹ് കുറച്ച് ബറക്കത്തിന് നമുക്ക് ചൊല്ലണം ഇൻഷാ അല്ലാഹ്. കാരണം അത്ര സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ബുർദന്റെ പരിപാടി ഇല്ലാത്തതുകൊണ്ടാ. ബുർദന്റെ പരിപാടിയാണ് പരസ്യത്തിൽ ബുർദ മജ്ലിസിൽ നിന്ന് കൊടുത്താൽ ഞങ്ങളെ പരിപാടി എങ്ങനെയെന്ന് പറഞ്ഞാൽ ബുർദ ഫുള്ള് ചെല്ലുക എന്നിട്ട് പാട്ട് പാടുക. ഇത് പരിപാടി ഗാനം ഇരുന്നായതുകൊണ്ട് ബുർദ ബറക്കത്തിന് ചെല്ലുക എന്നിട്ട് പാട്ട് പാടുക. പാടിയാൽ തീരൂല. ഇപ്പൊ ഈ ഇരുന്നിട്ട് സുബഹി വരെ നമുക്ക് മൂന്നാം കൂടി കഴിയുന്ന അഭിപ്രായം ഒമ്പതരന്നല്ല പാടാൻ കഴിയും. പക്ഷേ പാടുന്നില്ല. എന്താ കാര്യം അറിയോ? എല്ലാവർക്കും സുബഹിയൊക്കെ സ്കരിക്കണ്ടേ. പിന്നെ പറഞ്ഞാൽ പാട്ടിലും ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം 2 മണിക്കൂർ ഒരു മനുഷ്യന്റെ മൈൻഡ് ഒരേ ദിശയിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്റർവെൽ സ്കൂളിലല്ലോ സുബഹി മുതൽ വൈകുന്നേരം വരെ ക്ലാസ് എടുത്ത കുറച്ചേരം കഴിഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ പറയുണ്ടാവും, പക്ഷെ ആരോടെ നോക്കണ്ടേ. അങ്ങനെ വല്ലാഹു തആല നമുക്ക് നല്ല മനസ്സ് തരട്ടെ. നല്ല മനസ്സോടുകൂടെ മദ്ഹിന്റെ മജ്ലിസാണ്. എനിക്ക് കൂലി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുക. ഓനക്ക് കൂലി കിട്ടും അല്ലെ ഞാൻ ഇരിക്കാൻ ഞാൻ മോശമല്ലേ പണ്ടാറായി പോയി അങ്ങനൊന്നും ആരും കൊടുത്തിരിക്കണ്ട. വല്ല ഫോൺ ചോദിച്ചു വെച്ചിട്ട് ഹലോ 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 പോയ അതിലാണ്ട് പോയാൽ മതി. പിന്നെന്താന്നറിയോ? ഭക്ഷണം കഴിക്കാൻ നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യുക, പുറത്തൊക്കെ തിരിഞ്ഞളിക്കാം. അങ്ങനൊന്നും വേണ്ട. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് തങ്ങളല്ല ഇവിടെ ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പുള്ള തങ്ങളല്ലേ, നിങ്ങൾ നാട്ടുകാരുടെ. അപ്പൊ അതുകൊണ്ട് തങ്ങളെ മജ്ലിസ് എന്നുള്ളൊരു സന്തോഷത്തിൽ ഇരുന്നോളൂ. വല്ലാത്ത സംഭവമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്ത് സക്തിയിൽ മുഹമ്മദ് മുസ്തഫ ബാക്ക് സൈഡ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗിക്കും പൊങ്കും സിറുപങ്കജ സ്വർഗ്ഗഗണഗംഗീമ കിരീട തങ്കരതങ്ങളിൽ പൊങ്കും അലങ്കൃത മുത്ത് മുഹമ്മദ് മുത്ത് മുഹമ്മദ് മുസ്തഫ തന്റെ പദവികൾ വ്യക്തമരുത്തമരായ സഹാബികളെ ബദരീങ്ങളെ മുന്തിയ നൂറിനെ ചന്തമതൂട്ടാനായി ചുടുചോര ചിന്തിയ മുത്തുടമാതി ഒത്തവര ശുഹദാക്കളെ മുത്ത് മുഹമ്മദ് മുസ്തഫ തന്റെ പദവികൾ വ്യക്തമരുത്തമരായ സഹാബികളെ ബദരീങ്ങളെ മുന്തിയ നൂറിനെ ചന്തമതൂട്ടാനായി ചുടുചോര ചിന്തിയ മുത്തുടമാതിരി ഒത്തവര ശുഹദാക്കളെ
എന്ന മുജാഹിൽ മുന്നൻ നിന്നിടെ മുമ്പേ സ്ഥാനത്ത് കത്തിശരംഗത്തെ കെട്ടാരം വിവിധ തിരമായുധമേറ്റത്തിൽ കൈകളുമായവരോട് ജിഹാദം ചെയ്യുവതിനുള്ളൂറ്റത്തിൽ മാതി മാതി ചാവറ് വെട്ടി കൂതി കൂതി ചാണി തട്ടി ചെന്നൂറ്റൊരു മെന്തൊരു ഗീമ 313 മഹാന്മാർ അങ്ങിങ്ങും പൊങ്കും ചെറുപങ്കജ ചെറുഗംഗണഗംഗീമ കിരീട തങ്കരതങ്ങൾ പൊങ്കുമലഹൃദ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ തന്റെ പദവികൾ മെത്തവരുത്തവരായ സ്വഹാബികളാം ബദരീങ്ങളെ പുതിയ നൂറിനെ ചന്ദ്രമനൂട്ടാനായി ചുടുചോറ് ചിന്തിയ മുത്തുടമാതിർ ഒത്തവര ശുഹദാക്കളെ മുർഷാദും സാബിത്തും ഒരു പാടിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കിയാവാം. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇന്ന് ഇവിടെ ഇരുന്നാൽ ലാഭം നഷ്ടമില്ല. എന്തെന്നറിയാം, നമ്മൾ ഏത് അമൽ ചെയ്താലും അത് സ്വീകരിക്കണമെങ്കിൽ ഡിമാൻഡ് ഒന്നെന്താണെന്നറിയാം. മറ്റൊരാളെ കാണാൻ വേണ്ടിയിട്ടോ ഞാനൊരു വലിയ ആളാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെന്തോ ലക്ഷ്യമൊക്കെ വെച്ചൊക്കെ ചെല്ലിയാലേ അത് കിട്ടും. സ്വലാത്ത്, മൗലിദ്, മദ്ഹ് അങ്ങനെയല്ല, 100% കൂലിയാണ്. ഖുർആനിൽ അല്ലാഹു തആല സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞല്ലോ, അതിന് സംശയമില്ലല്ലോ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, സ്വലാത്തും സലാമും ചൊല്ലിക്കൂടി പച്ചക്ക് ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പൊ ഇനി ചെല്ലാൻ പറ്റോ പറ്റൂല എന്നൊന്നും ഉണ്ടാക്കണ്ട, അങ്ങനെ ആലോചന. എല്ലപ്പോഴും ആലോചന കൂടെയല്ലേ നടക്കൂല. ചില കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് പറയേണ്ടി വരും. എല്ലാ വിഷയവും ആലോചിച്ച് പറയുമ്പോൾ ഇതിന് സംഗതി നടക്കൂല. ഒരു വീട്ടിൽ കള്ളം വന്നപ്പോൾ സാഹിത്യകാരൻ കള്ളനാട്ടിയ കഥകൾ കേട്ടില്ല. ഉള്ളതാണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല. കള്ളം വന്നു, ഇയാളാണെങ്കിൽ ഒരു സാഹിത്യകാരനാണ്. അപ്പൊ ഇയാളെ മണവാട്ടിയ സൈഡിൽ കിടക്കുന്നുണ്ട്. ഇയാള് വിളിക്കുകയാണ് കള്ളനെ കണ്ടപ്പോ, പ്രിയപ്പെട്ട പ്രിയതമേ, ഗമനാഗമന നിയന്ത്രണം ഏർപ്പെടുത്തു, ഞാൻ മോഷ്ടാവിനെ എന്റെ നേനങ്ങളെ കൊണ്ടൊന്ന് ദർശിക്കട്ടെ. കള്ളം വരെ പോയി കിടന്നിറങ്ങി. എന്താ പറഞ്ഞതെന്നറിയോ? ലൈറ്റ് എന്ന് പറഞ്ഞത്. ആ ലൈറ്റ് എന്ന് പറഞ്ഞത് കള്ളനെ ഞാൻ കാണട്ടെ, ലൈറ്റ് എന്നാ പറഞ്ഞത്. അത് സാഹിത്യം പറഞ്ഞാകുമ്പോ എന്തായി, കള്ളം വരെ പോയി കിടന്നിരുന്നു. പിന്നെ കള്ളനെ പേടിയുള്ള ആൾക്കാരാണെങ്കിലോ അക്ഷരം വരുമില്ല. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തൽക്കാലം നമ്മൾ ബുർദയും മൗലൂദും സലാത്തായിട്ട് പോകും. അപ്പൊ കൂലി കിട്ടുന്ന ഉറപ്പിച്ചിട്ട് സന്തോഷത്തിലിരിക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ പറയും. ഒരാൾ ഒരു സലാത്ത് ചൊല്ലിയിട്ട് അതിന് കൂലി കിട്ടിയാൽ 10 കൂലി, 10 കൂലിയാണ്. അതൊക്കെ ഹദീസാണ്, പച്ചക്ക ഹദീസാണ്. മൻ സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ വാഹിദൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, 10 ഗുണം അല്ലാഹു തആല ചെയ്യുന്നു, 10. അപ്പൊ 18 ജില്ലയിൽ 100 ആയി. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന നാവ് അല്ലാഹു തആല നരകത്തിൽ ഇടൂല. പോരെ അല്ലാഹു തആല പിന്നെ നാവ് മാത്രം മുറിച്ചിട്ട് സ്വർഗ്ഗത്തിലേക്ക് ഉടലെ നരകത്തിൽ ഇടുന്ന അല്ലാഹു തആല നമ്മളത്രയും കാരണമില്ലാത്തവനാണ്, കാരുണ്യവാനാണ്, അർഹമുർ റഹീമാണ്. ഇൻഷാ അല്ലാഹ് പാട്ട് പാടും. പൂങ്കമറേ ഞാൻ അങ്ങിൽ 1000 ചൊന്ന്, പൂമുഖം കനവിൽ കാണാൻ പൂതി പെരുകി വന്ന്, പാലൊളി തൂകുന്ന പഞ്ചാമൃതം പാരിനനുഗ്രഹ ജീവാമൃതം, പാലൊളി തൂകുന്ന പഞ്ചാമൃതം പാരിനനുഗ്രഹ ജീവാമൃതം, ഈ രാവിലെ കനവിൽ വന്ന് മധുരമാം സ്വപ്നം തന്നൂടെ, ഈ രാഗം കേട്ടെന്റെ ആശ തീർത്ത് കൽവിൽ കുളിരായി വന്നൂടെ, പുകളുകളേറെ പൂങ്കമറേ ഞാൻ അങ്ങിൽ 1000 ചൊന്ന്.
അരുണിമയായുള്ളതെന്ന ശോഭയും അരുണിമയായുള്ളതവളമേനിയും അഴകൊഴുകുന്ന വദന ശോഭയും അറിവിന്റെ ഇളം തഴുകിയതും റസൂലിന്റെ പോരിശയും അറിവിന്റെ ഇളം തഴുകിയതും റസൂലിന്റെ പോരിശയും കാണാൻ കൊതിയായി എൻ കൽബിൽ മോഹമായി കണ്ണുകൾ നിറയെ കണ്ണീരുമായി കാണാൻ കൊതിയായി എൻ കൽബിൽ മോഹമായി കണ്ണുകൾ നിറയെ കണ്ണീരുമായി ഈരാവിലെ കനവിൽ വന്ന് മധുരമ സ്വപ്നം തന്നൂടെ ആശ തീർത്ത് കൽബിൽ കുളിരായി വന്നൂടെ പുകളുകളേറെ പൂക്കമറെ ഞാൻ അങ്ങിൽ ഒരായിരം ചൊന്ന് പൂമുഖം കനവിൽ കാണാൻ പൂതി പെരുകി വന്ന് അമ്പുജം തോൽക്കും ചേലിൻ ചരിതവും അമ്പറും പിമ്പും പ്രിയമാഗന്ധവും അമ്പുജം തോൽക്കും ചേലിൻ ചരിതവും അമ്പറും പിമ്പും പ്രിയമാഗന്ധവും അൽഹാമീനായി മണ്ണിൽ വളർന്നതും അംബിയ രാജന്റെ ചാരുതയും അൽഹാമീനായി മണ്ണിൽ വളർന്നതും അംബിയ രാജന്റെ ചാരുതയും ആശാവിശാലമായി എൻ കൽബിൽ വീശുന്നേ റാഹിമേ എന്നാശ തീർത്തിയിടണേ ആശാവിശാലമായി എൻ കൽബിൽ വീശുന്നേ റാഹിമേ എന്നാശ തീർത്തിയിടണേ ഈരാവിലെന്റെ കനവിൽ വന്ന് മധുരമം സ്വപ്നം തന്നൂടെ ഈ രാഗം കേട്ടെന്റെ ആശ തീർത്ത് കൽബിൽ കുളിരായി വന്നൂടെ പുകളുകളേറെ പൂങ്കമറെ ഞാൻ അങ്ങിൽ ഒരായിരം ചൊന്ന് പൂമുഖം കനവിൽ കാണാൻ പൂതി പെരുകി വന്ന് പാലൊളി തൂകുന്ന പഞ്ചാമൃതം പാരിന്നനുഗ്രഹ ജീവാമൃതം ഈ രാവിലെന്റെ കനവിൽ വന്ന് മധുരമം സ്വപ്നം തന്നൂടെ ആശ തീർത്ത് കൽബിൽ കുളിരായി വന്നൂടെ പുകളുകളേറെ പൂങ്കമറെ ഞാൻ അങ്ങിൽ ഒരായിരം ചൊന്ന് പൂമുഖം കനവിൽ കാണാൻ പൂതി പെരുകി വന്ന് കതിർക്കത്തും കിരീകിടമാലെങ്കും കത്തി വിളങ്ങണ കസിറകമേ കതിർപ്പതി ഉദക്കം മുന്നിൽ പൊങ്കും സങ്കടമിന്റെ അടങ്കലുമേ കതിർക്കത്തും കിരീകിടമാലെങ്കും കത്തി വിളങ്ങണ കസിറകമേ കതിർപ്പതി ഉദക്കം മുന്നിൽ പൊങ്കും സങ്കടമിന്റെ അടങ്കലുമേ പൂഞ്ചിരകേറി കുതുകുതു സഭയിൽ കൊട്ടാരം പുതുമത്തരമൊത്ത് പത്തരമാറ്റാൽ മുത്തൊളിരാക്കി മൽക്കീസൊളിവൊത്ത് പൂഞ്ചിരകേറി കുതുകുതു സഭയിൽ കൊട്ടാരം പുതുമത്തരമൊത്ത് പത്തരമാറ്റാൽ മുത്തൊളിരാക്കി മൽക്കീസൊളിവൊത്ത് എങ്കും മങ്കീസും തിങ്ങുന്നേ കതിർക്കത്തും കിരീകിടമാലെങ്കും കത്തി വിളങ്ങണ കസിറകമേ കതിർപ്പതി ഉദക്കം മുന്നിൽ
പൊങ്കും സങ്കടമിന്റെ അടങ്കലുമേ ചതുർപ്പുറമലങ്കൃതം ചതിരമേ ചതമിട്ട് ഹുദുഹുദമുഷിനിമ്പ അതിശയമേ ചതുർപ്പുറമലങ്കൃതം ചതിരമേ ചതമിട്ട് ഹുദുഹുദ് ഉഷർനിമ്പം അതിശയമേ ചീതമിട്ട് പറന്നിടവേ സുലൈമാൻ നബിയൊരിലണൈന്നിടവേ ചിന്തിന എന്തതിലൊക്കെയും വെക്കും ചോദിയിലുതക്കം ചങ്ക കലങ്ങി എന്തത് മുറ്റിയ കാര്യം തിടുക്കം നബിയാർ കുറി കുറിത്തേ ബിസ്മിൽ പൊരുടുരത്തേ നലവോട് ഹുദുഹുദുമേ നലം കുത്തിപ്പറന്നകത്തേ കതിർകത്തും കിരീടമാലെങ്കും കത്തിവിളങ്ങിണ കസിരകമേ കതിർപതിയുതക്കം മുന്നിൽ പൊങ്കും സങ്കടമിന്റെ അടങ്കലുമേ ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗദലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദയൊരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയെ പുതുമക്കഥ കേട്ട ജവായല്ലോ അരുവികൾ പോലും പറ്റി വരണ്ടൊരു യമനിലെ സഭാഗോത്രത്തിൽ ഇരവിലും തൊട്ടാൽ കൈപ്പൊള്ളുന്നൊരു വെൺതരിമണലിൻ മധ്യത്തിൽ പലവിധ വർണ്ണപ്പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പളുപൊളി നീലം കൊട്ടാരത്തിന് തട്ടുകൾ 8 ആ തട്ടുകൾ 8 ഓരോന്നിനും 8 എട്ടെട്ടിലും കട്ടിലും തൊട്ടിയും പെട്ടിയും മേശയും കുറിച്ചുണ്ട് കതിർകത്തും വീതം ജീനത്തും മണിമുത്തും മയിലും ശില്പത്തും പല പല പുത്തൻ ചിത്രക്കൊത്തും തൊത്തും ചെത്തിപടുത്ത് പണിത്ത് ഉയർത്തിയ കട്ടില് 4 തട്ടിലിരിപ്പുണ്ട് മണിമാണിക്ക കട്ടില് 4 തട്ടിലിരിപ്പുണ്ടേ ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗദലപതികൾ അധിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദയൊരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയെ പുതുമക്കഥ കേട്ട ജവായല്ലോ അറ്റ കനിമോന്റെ പിറവിക്കുന്ന ഒളിവുണ്ടായേ ആലം ദുനിയാവിൽ റഹ്മത്തിന് മലക്കിന് വരവുണ്ടായേ അറ്റ കനിമോന്റെ പിറവിക്കുന്ന ഒളിവുണ്ടായേ ആലം ദുനിയാവിൽ റഹ്മത്തിന് മലക്കിന്റെ വരവുണ്ടായേ കാത്തു കഴിഞ്ഞ റസൂൽ പിറന്ന് കൊത്തള കോട്ടകളാകെ തകർന്ന് ലാത്തയും ഹുസൈൻ വീണു തകർന്ന് കാത്തു കഴിഞ്ഞ റസൂല് പിറന്ന് കൊത്തളം കോട്ടകളാകെ തകർന്ന് ലാത്തയും ഹുസൈൻ വീണു തകർന്ന് പൂജ കുരുക്കിയ മജൂസിയ കളത്തിലെ വെളിച്ചം പോയേ താജ് കൈസറിൻ നരജന്റെ തലയിൽ നിന്നടർന്നു താഴേ അറ്റ കനിമോന്റെ പിറവിക്കുന്ന ഒളിവുണ്ടായേ ആലം ദുനിയാവിൽ റഹ്മത്തിന് മലക്കിന്റെ വരവുണ്ടായേ പാദം തന്താരുൽ ഹംസത്തോലിയുടെ മേരോഗം വേദം വന്നിടും തവ നീരേ തങ്ങൾ പാരാമല്ലീരും പതിക്കുതക്കം ചെയ്വതുക്കെന്നിൽ ആരാകുന്നോലി ഹംസത്തോരേ പാദം തന്താരുൽ ഹംസത്തോലിയുടെ മേരോഗം വേദം വന്നിടും തവ നീരേ തങ്ങൾ പാരാമല്ലീരും പതിക്കുതക്കം ചെയ്വതുക്കെന്നിൽ ആരാകുന്നോലി ഹംസത്തോരേ വേദിയർ നേപിക്കമ്മത്തവരിലെ എല്ലാം കിരീടമേറും വീരീതം പൂലിക്കുട്ടിൻ്റെ ഉടലുടതായ ചൊടിപൊടി പാറും മർക്കമുതാറിന്റെ മുന്നാൽ അതിഭയമേറുന്നേ പർക്കില്ലു മറത വാരുന്നേ അപ്പോൾ കഥകിലെ ചേരുന്നേ തൻവാളൂരിയെടുത്ത് വിടുത്തു മർഹത്ത പോരയകത്ത് കടത്തി നിലത്തോ പാദം തന്താരുൾ ഹംസത്തോലിയുടെ മേരോഗം വേദം വന്നിടും തവനീരേ താങ്കൾ പാരാമല്ലീരും പതിക്കുതക്കം ചെയ്യുവാതുക്കെന്നിൽ ആരാകുന്നോലി ഹംസത്തോരേ പിടുവാതിനിടനിട കടുവകൾ തുടകാട്ടുടനിട പെടല പിടുവാതിനിടനിട കടുവകൾ തുടകാട്ടുടനിട പെടല പിടിക്കയും അറുക്കയും അടിത്തല്ല് മുറിക്കയും ഒടിക്കയും പിടുക്കയുമാ പിടിക്കയും അറുക്കയും അടിത്തല്ല് മുറിക്കയും ഒടിക്കയും പിടുക്കയുമാ പിടുവാതിൻ ഇടനിട കടുവകൾ തുടകാട്ടൻ തുടനിട പെടലായി പിടുവാതിൻ ഇടനിട കടുവകൾ തുടകാട്ടൻ തുടനിട
നീടപ്പെടലായി ചുങ്കുറ്റ സൂര്യപുരി മുന്തും ചിങ്കും പൊങ്കും ഫോതില് തിങ്ങിടും തീക സ്വർഗത്താനം ചുങ്കര തരുണിമാർ പൊന്തല പൊത്ത് കളിയാടും ചന്ത തികവുടെ സൂനം കുശിതാനം റെങ്കിലുതിപ്പും മീനിപ്പും ചങ്കുതുടിപ്പും മീടിപ്പും റെങ്കിലുതിപ്പും മീനിപ്പും ചങ്കുതുടിപ്പും മീടിപ്പും എങ്കും പുളർപ്പും തീമർപ്പും ചോടി ചോടി സാരം സുഖസുരതരമാം മികപുരിഹരമാം സുഖസുരതരമാം മികപുരിഹരമാം ഷജഗജ സലാമാ ശരഫോടെ മക്കാമാ സുഖതാനം ചുങ്കുറ്റ സൂര്യപുരി മുന്തും ചിങ്കും പൊങ്കും ഫതില് തിങ്ങിടും തീക സ്വർഗത്താനം ചുങ്കര തരുണിമാർ പൊന്തല ഒത്ത് കളിയാടും ചന്ത തികവുടെ സൂനം കുശിതാനം. ഉമർ ഖാദിന്റെ പാട്ടാ. ഏതായാലും ഇൻഷാ അല്ലാ നമുക്ക് പാടണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എല്ലാ നോൺ സ്റ്റോപ്പും അല്ലാത്ത സ്റ്റോപ്പും പാടാം. ഈ നോൺ സ്റ്റോപ്പിന് ഒരു പ്രത്യേകത, അതിനൊക്കെ കൂലിട്ടണ്ടേ. മദ്ഹ് നമുക്ക് പാടണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ് തറപാടിയാലും തീരാത്ത മദ്ഹ് ഇൻഷാ അല്ലാ പാടണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ പാട്ടൊക്കെ പാടാം. വേറെ പാട്ടെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട പാട്ടെന്നല്ല, പലർക്കും പല പാട്ടാണ് ഇഷ്ടമുണ്ടാകുക. ചില ആളുകൾക്ക് ഈ സദസ്സിലുള്ളവർക്ക് തന്നെ കട്ടക്കട്ടാറിന പാട്ട് വേണം, ചിലർക്ക് തിരിയണ പാട്ട് വേണം, ചിലർക്ക് അതൊന്നും വേണ്ട, സിനിമൻ്റെ പാട്ട് വയ്ക്കും. സിനിമൻ്റെ പാട്ടൊക്കെ എൻ്റെ അടുത്തുണ്ട്. ചെറുപ്പക്കാലത്ത് ഇങ്ങനെ സിനിമക്ക് പോയിട്ടല്ല, പക്ഷേ ഈ അന്നൊക്കെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഈ ഓഡിയോ കാസറ്റ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കേൾക്കും. അതിങ്ങനെ കേട്ടു പോകും, രക്ഷയില്ല, ബസ്സിന് കാത്തക്കല്ലേ, അപ്പം അത് തല കയറും. ആ പാട്ട് ഇങ്ങനെ പാടിയാൽ ഇപ്പോഴും ഇഷ്ടമുള്ളവരുണ്ട്. സിനിമൻ്റെ ട്യൂണ് സംഗമം യുവലയ സംഗമം പെരുമയിലാലത്തിലുയരുന്നിതാ ഒന്നൊരിക്കലും അങ്ങനത്തെ. അല്ലെങ്കിലോ മരണത്തിൻ്റെ പാട്ടാണ്, പക്ഷെ സിനിമ ഓർമ്മയാണ്. ഏതോ ഒരു നാളിൽ നാം റൂഹിൽ പിടിക്കുമ്പോഴെല്ലാരും മരണം രുചി നോക്കും. രാജാവും മിസ്കീനും മരണം വരവേൽക്കും. രാജാതി രാജന്റെ മുമ്പിൽ നാമെത്തും. ഇത് പാടുമ്പോൾ ഒരുത്തൻക്ക് ഓർമ്മയാണ് എന്താ അറിയോ, സിനിമ. കാരണം ഇങ്ങനെ കണ്ട് കണ്ട് തേക്കുള്ള പോലെ കരയാണ്. ഞാനൊരു സ്ഥലത്ത് പാട്ടാടി, അപ്പോൾ ഒരാൾക്ക് ഓർമ്മയായത് മലക്കുള്ളതാണ്. കാരണം ആ പാട്ടിന്റെ ട്യൂൺ അങ്ങനെയാണ്. മക്കത്തെത്തി കഅബയിലണയാൻ കൽബിൻ ഹജ്ജ് കരുതിയൊരുങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ്. മക്കത്തെത്തി കഅബയിലണയാൻ കൽബിൻ ഹജ്ജ് കരുതിയൊരുങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ്. ഒരു തുണി മാത്രം മേലെയൊടുത്ത് ഒരു ചെറുതുണിയാൽ മേനി പുതച്ച് ഏകതാനരായി മുഅ്മിനുകൾ അറഫ് ചെന്ന് ചേരുവാൻ കൊതിച്ചിടലായി. തലവാൽ ഉറച്ച് തലയിൽ ഉറച്ച് ഒരു മൈൽ ഹറമിൽ കഅബയണഞ്ഞ് കഅബം തവാഫ് ചെയ്തിടലായി. മക്കത്തെത്തി കഅബയിലണയാൻ കൽബിൻ ഹജ്ജ് കരുതിയൊരുങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ്. ജംറത്തുൽ ഊല ജംറത്തുൽ അഖബ ജംറത്തുൽ ഊല ജംറത്തുൽ വുസ്ത ജംറത്തുൽ അഖബ ജംറകളറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ്. മാപ്പിരക്കും കൽബുകളിൽ തേടിടുന്നു നാദ, കരുണയേകി പിരിയവനെ പൊറുത്തു തരൂ നാദ. വാനങ്ങളും ഭൂമി മുഴുക്കെ പടച്ച് പോറ്റും നാദ, പെരിയവനെ പ്രിയവനെ തുണച്ചിടനെ കരുണ തതൂ നാദ. ഖാലിഖ് നാദ റാസിഖ് നാദ ഖാലിഖ് നാദ റാസിഖ് നാദ ഖാലിഖ് നാദ അഭയം റാസിഖ് നാദ. അപ്പൊ ഈ പാട്ട് പാടിയപ്പോൾ മലക്ക് പോണതാ ഓർമ്മയത്. ഓരോരുത്തർക്കും ഓരോന്നാണ് ഓർമ്മ. അതൊന്നും വേണ്ട പടച്ചോനെ, നമുക്ക് നല്ല പാട്ട്. അപ്പോൾ ഒരുത്തൻക്കുള്ള ഇഷ്ടമുള്ള പാട്ട് ഏതാരെങ്ങൾക്ക് മറ്റാളെ പാട്ട്. നമ്മൾ പാലക്കാട് ബസ്സിന്റെ ബാക്കിലുണ്ടല്ലോ ഒരാളെ ഫോട്ടോ, മരിച്ചുപോയി, അറിയാം, എല്ലാവർക്കും അറിയാം. എന്താടാ എന്താടാ, അയാളെ മനസ്സിലായില്ലേ?
ആ പാട്ട് സുബ്ഹാനല്ലാഹ്. ഞാൻ മുമ്പ് ദഫിന് പോയപ്പോൾ ദഫിന്റെ പരിപാടിക്ക് പോയ സമയത്ത് അവിടുന്ന് ഉസ്താദെ പാരടി വരട്ടെന്ന്, പാരടി കണ്ട് വന്ന്. അന്ന് ഈ കാലാണ് ഏത് ഓടണ്ട മോളെ ആ കാലാണ്. ആ കാലത്ത് അതിന്റെ പാരടി 2 പാരടി പാടിയപ്പോ പടച്ചോനെ ഇനി അത് മതി, അങ്ങനത്തെ മതിയെന്ന്. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. ഈ അടുത്ത് ചേളാരി ഞങ്ങൾ പരിപാടിക്ക് പോയി. പരിപാടിക്ക് സ്റ്റേജിൽ കല്യാണ പരിപാടിയാണ്. കുറച്ച് കുട്ടികൾ മുന്നോട്ട് വന്ന് ഒന്നൊരു അംഗവൈകല്യ കുട്ടിയുണ്ട്. അപ്പൊ ഈ പാവം തോന്നി, വാമാനെ സ്റ്റേജിക്ക് പറഞ്ഞു, അതിനെ വിളിച്ച്. അപ്പൊ മറ്റുള്ള കുട്ടികൾ എല്ലാം കൂടി കയറി, തടഞ്ഞിലെല്ലാം കയറി ബാക്കിലിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ആരും പാടണമെന്ന്. ഞാൻ പാടുന്നെന്ന്. ഏതാ പാടുന്നത്? കണ്ടിന്യൂ നോക്കിയിട്ട് എവിടെ എത്തുന്നില്ല വാട്സപ്പ്. ലാസ്റ്റ് ക്ലിയർ ചാറ്റ്. എന്നിട്ട് ഓരോരുത്തരും ഉസ്താദ് ഇന്ത്യ എന്താ നിങ്ങൾ നോക്കാത്തത്? എന്ത് നോക്കണത്? ദയവ് ചെയ്തിട്ട് വാട്സപ്പിൽ ആരും ഒന്നും വിടണ്ട. ആ നല്ലേ. കാരണം എന്തിനാ ടൈം നോക്കണത്? എന്താണല്ലോ ഒരുത്തൻ എങ്ങനെ ചിരിക്കുന്ന ഫോട്ടോ, എന്നിട്ട് വേറൊരുത്തൻ പാടുന്ന ഫോട്ടോ, എന്നിട്ട് നമ്മൾ കച്ചറുണ്ടാക്കുന്ന ഫോട്ടോ, ഒരുത്തന്റെ സഞ്ചിയിട്ട് മറ്റേ ഓടുമ്പോ പിന്നാലെ ഓടിയിട്ട് കിട്ടാതെക്കുക, കീറി വലിച്ചെറിയ, പിരാന്ത് കാട്ടുക. ഒരുത്തൻ ഇങ്ങനെ പെണ്ണാകുക ആണാകുക, ആണെന്നെ പെണ്ണായി അഭിനയിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സമയം പോക്ക. മരണം മണ്ണി മുഴക്കിക്കൊണ്ട് മലക്ക് വരുമ്പോ ആയില്ലെന്ന് പറയാൻ കഴിയില്ല. ഇസ്രായേലേ പ്ലീസ്, ഞാൻ ഈ മൊബൈലൊക്കെ ഒഴിവാക്കി, അതൊന്നും നടക്കൂല കേട്ടോ. അള്ളാഹു തആല നമുക്ക് ഖൈറ് നൽകട്ടെ. ചെറിയ കുട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ ബാപ്പാക്ക് ആ ഡോക്ടർ കാണിച്ചു കൊടുക്കാണ്. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെറിയ പൊടി മക്കൾ ക്യാൻസർ, ട്യൂമർ, വിഷയാന്തരങ്ങൾ, മൊബൈൽ യൂസിങ് വലിയ മുഷ്കിലാണ്. കുട്ടികളെ തലക്ക് കേടാ. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണോ? മൊബൈൽ വേണം. കുട്ടികൾക്ക് ഉറങ്ങണമെങ്കിൽ മൊബൈൽ വേണം. അങ്ങനൊക്കെ ഒരു ലോകമാണിത്. മുമ്പൊക്കെ മറ്റേ ഇതിൻ്റെയല്ലോ ഇത് ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബിള്ളിന ഫീസത്ത് മാല ഞാൻ തുടങ്ങിടുന്നേ. ഇങ്ങനെ തൊട്ടിലാട്ടീനത്. അന്ന് കുട്ടി ഇങ്ങനെ വല്യമ്മന്റെ പാട്ട് കേട്ട് ഇങ്ങനെ ഉറങ്ങും. ഇപ്പം തൊട്ടിൽ തന്നെ കോലം മാറി. ഇപ്പൊ തൊട്ടിലിന്റെ കോലം എന്താ? സ്പ്രിംഗ് ആണ്. അതിന് പറ്റിയ പാട്ടും ചെറുക്ക് വെച്ചിരിക്കുക അടിപൊളി പാട്ട്. കുട്ടിന്റെ ഉറക്കം. അതിന്റെ ഇടയിൽ സ്പീഡ് കുട്ടീനെ അമ്മായിമ്മ ചോറ് വെക്കാൻ അടുക്കളയിൽ കാത്തിക്കണ്ടെങ്കിൽ എന്താവും? ഈ കുട്ടിനെ ഉറക്കാട്ടും. അപ്പൊ തല താഴ്ത്തട്ടെ, കുട്ടി കരയും. അപ്പൊ എടുത്തിട്ട് തുക്കത്തിട്ടെ. എന്തെല്ലാം ഐഡിയ എന്നറിയോ? ഇനി എല്ലാ അമ്മായിമ്മയും വിചാരിക്കണ്ട എന്റെ മരോൾ അങ്ങനെയാണെന്ന്. എല്ലാ മരോളും നല്ലതാണെന്ന് അമ്മായിമ്മ വിചാരിച്ചോളി, എന്നാ നല്ല മരോളാണ്. എല്ലാ അമ്മായിമ്മയും നല്ലതാണെന്ന് മരോള് വിചാരിച്ചോളി, എന്നാ അമ്മായിമ്മ നല്ലതാ. എന്റെ പുതിയാപ്പൾക്ക് എന്നോട് എന്തോന്നുണ്ട്. അപ്പൊ എന്തോന്നുണ്ടാകും? ഒന്നുമില്ല. എന്നാ ഒന്നുമില്ല. സ്നേഹമാണേ വലുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ബുർദന്റെ വരികൾ നിങ്ങൾ കൂടെ ആ ജവാബ് ചെല്ലണേ. ഒരു കുറച്ച് വരിയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥ പറയണം, പാടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ കുറച്ച് വരിക്ക് ജവാബിലൊന്ന് കൂടണേ, തങ്ങൾക്കും വേണ്ട കൂലിറ്റ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സയ്യിദി യാ ഹബീബല്ലാഹ് യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സയ്യിദി യാ ഹബീബല്ലാഹ് യാ സയ്യിദി യാ റഹ്മത്തല്ലാഹ് യാ സയ്യിദി യാ നിഅമത്തല്ലാഹ് യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സയ്യിദി യാ ഹബീബല്ലാഹ് വലം തുസുന്നത മൻ അഹ്യ الظلام إلى اشتكت قدمه الرمي وربي وشد من سغاب أحشاءه وطوى تحت الحجارة كشها مترف العدم وراودته الجبال الشم من ذهب عن نفسه فأراها أيما
صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأكدت زهدهم فيها ضرورته إن الضرورة لا تعدو على العصام وكيف تدعو إلى دنيا ضرورة ما لولاه لم تخرجي دنيا من العدم محمد 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 سيد الكونين والثقلين والفريقين من عرب ومن عجم صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعم هو المصطفى محمد ബാക്കിൽ ഫുൾ ശക്തിയിൽ വന്നോട്ടെ ഉമനീര് സ്വലാത്ത് ചൊല്ലി ഉമനീര് ഇറങ്ങുമ്പോൾ ഇമാം വർദ്ധിക്കുന്ന ഹുവൽ ഹബീബ് മുഹമ്മദ് ആ പേര് പറയുന്നത് തന്നെ സന്തോഷം മുഅ്മിനീങ്ങളെ മുഹമ്മദുർ റസൂലുള്ളാഹി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി പ്രശ്നം എന്തുണ്ടോ പരിഹാരം മദീനയിലുണ്ട് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഒന്ന് സഹായിച്ചാൽ നമ്മളെ പ്രശ്നമൊക്കെ പരിഹരിക്കും അത് എപ്പോഴും സഹായിക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി فالمستمسكون به مستمسكون بحبل غير منفصم فاق النبيين في خلق وفي خلق ولم ولم يدانوه في علم ولا كرم وكلهم من رسول الله ملتمس غرفا من البهر أو رشفا من اليم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم فهو الذي تم معناه وسورته ثم اصطفاه حبيب بارئ النسم منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم كان كون مر المكاو വിട്ട് നബി പക്കാ മദീന തണവായ് ആരേഴും എത്തിടുക ഈരാറും ഒത്ത പാറാൽ പോരുത്ത വിറകേ തെക്കോമർ ഹാമിദരും മിക്കോർ സഹാബികളും ഒക്കായിരിക്കുമ്പോഴോതിൽ ജാസൂസോരുത്തർ പറയാൻ ശേഷം വിരുത്തി പൊരുളാൽ കാന കോന മാറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായ് ആരേഴും എത്തിടുക ഈരാറും ഒത്ത പാറാൽ പോരുത്ത വിറകേ مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم منزه شريك في محاسنه وجوهر الحسن غير منقسم دع ما دعته
للطرفا من أمامي وكيف يدرك في دنيا حقيقته أو مني يا متساءل لو عنه بالحلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم وكل آي أتى الرسل الكرام بها فإنما اتصلت من نوره بهم فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم أكرم بخلق نبي زانه خلقه بالحسن مشتمل بالبشر متسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم കനിവിന്റെ തേരിൽ ഞാൻ വാനിൽ പറന്നുയർന്ന് കാട്ടാറും പൂന്തോപ്പും കടലേഴും താണ്ടി വന്ന് കാരുണ്യത്തിനാറിൽ നീന്താൻ എനിക്ക് മോഹം കൽവിൻ സ്വപ്ന തീരമണയാൻ എനിക്ക് ദാഹം മൗലായ സ്വല്ലി وسلم دائما أبدا على حبيبك خير الخلق كلهم كالزهري في طرف والبدر في شرف والبهر في كرمي والدهر في هممي كأنه وهو فارد من جلالته في عسكر نتاه في حشمي كأنما اللؤلؤ المكنون في صدفي معدين متقي منه مبتسم لا طيب لا طيب يعدل تربا ضم أعظمه طوبى طوبى لمنتشقين منه وملتثم لا طيبى يعدل تربا ضم أعظمه طوبى لمنتشق منه والتاثم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ജീവിച്ചിരിക്കുന്ന കാലത്തും ഇപ്പോഴും എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ചാൽ അവിടെ നിന്ന് തരും. ഏത് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തും. പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രങ്ങൾ അനവധി നിരവധി പറയാനുണ്ട്. ഏതായാലും മദീനത്തെ തെരുവിൽ ഒരു പെൺകുട്ടി കരയാണ്. ചോദിച്ചു, മോളുസ് എന്തിനാ കരയണത്? 2 റിയാല് പോയതിന് 2 റിയാല് കൊടുത്ത് വീണ്ടും കരയാണ്. വീട്ടിൽ നിന്ന് നേരം വൈകിയ അടിമക്കുട്ടിയാണ്, അതുകൊണ്ട് നേരം വൈകിയ നിനക്ക് ചീത്ത കളിക്കുന്ന വീട്ടിലാക്കി കൊടുത്ത്. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല രസം. മദീനയിൽ സുബ്ഹാനല്ലാഹ് എത്തുന്നതിന് മുമ്പ് മക്കയിലാണല്ലോ. അന്നേ സഹായം ഫുള്ള. പാവപ്പെട്ട ഇറാഷി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഒരു അറാബി. ആ മനുഷ്യനുക്ക് മക്കള് 4-5 മക്കളുണ്ട്, ഭാര്യയുണ്ട്.
ഇവർക്ക് ഭക്ഷണത്തിന് ചെലവിനായിട്ട് ഒരു പ്രത്യേക വരുമാനങ്ങളൊന്നും ഇല്ലാതായപ്പോൾ പട്ടിണിയായപ്പോൾ വീട്ടിൽ 2 ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിനെ കൊണ്ടുപോയി വിൽക്കണം. അതാണ് പെണ്ണുങ്ങൾ പറയുന്നത്. പെണ്ണുങ്ങളുണ്ടാവുമല്ലോ, മനുഷ്യങ്ങൾ ഇങ്ങനെ കുത്തിട്ട് എന്താ കാര്യം, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ. മൂപ്പത്തിയേര് ഇങ്ങനെ പറയലോ തുടങ്ങി, രക്ഷയില്ലോരൽപ്പമാശ സംലഭിക്കാമോർത്ത് റൊക്കമായി വിൽക്കാലോ 2 ഒട്ടകങ്ങൾ ചേർത്ത് ഓമനപ്പൂ ബീവിയും കുഞ്ഞുങ്ങളാശ്വസീത്ത് ഒക്കുമോ വഴി നടക്കാൻ മക്കയിൽ പിന്നീട് രക്ഷയില്ലോരൽപ്പമാശ സംലഭിക്കാമോർത്ത് റൊക്കമായി വിൽക്കാലോ 2 ഒട്ടകങ്ങൾ ചേർത്ത് ഓമനപ്പൂ ബീവിയും കുഞ്ഞുങ്ങളാശ്വസീത്ത് ഒപ്പമേ യാത്ര പറഞ്ഞ് മക്കയിൽ ക്ഷണിത്ത്. മാഷാ അല്ലാഹ്. ഈ ഒട്ടകത്തിനെ വിൽക്കാൻ വേണ്ടി ഈ മൈക്കിന്റെ ഓപ്പറേറ്റർ എവിടെ പോയി? മൂപ്പര് തോന്നിച്ച് പോയ ബയൽദല്ലേ തന്നാലേ പ്രേമം കൂടി പിന്നെ ഓന്റെ വയറ്റിലെ പോകും. അപ്പൊ ഈ പെണ്ണിന് കിട്ടാത്ത സാധനം എന്താ? പൈസ അല്ല, ഭക്ഷണമല്ല. പെണ്ണിന് മന്തി കൊണ്ടുവന്നു, പിന്നെന്താ കൊണ്ടുവന്നത്? ചൈനീസ് കൊണ്ടുവന്നു, പിന്നെ വേറെന്താ കൊണ്ടുവന്നത്? വേറെ പലത് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു നക്കിക്കടി ജാതിയെന്ന്. എന്നാൽ ആ പെണ്ണിന്റെ തൊട്ടയൽവാസി ചങ്ങായി ഒരു ജ്യൂസ് എടുത്തിട്ട് മുഴുസ് കുടിക്കടി. ആ ജ്യൂസിന്റെ വില എന്ത് മന്തി ഓലൊക്കെ ഒന്നുമല്ല. ഏറ്റവും ടോപ്പ് ലെവലുള്ളതെന്നറിയോ? ആ സ്നേഹത്തിന്റെ വാക്കാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ്. അല്ലാഹു തആല നമുക്ക് നല്ല സമാധാനവും നല്ല വാക്ക് പറയാനുള്ള തൗഫീഖും തരട്ടെ. അതുണ്ടായാൽ എന്തല്ലോ നമുക്ക് കാര്യം കിട്ടുള്ളൂ. ദുനിയാവുക്ക് മാത്രമല്ല ആഖിറത്തുക്കും. വെറുതെ എടാ പൊടി കൂടി എന്നിട്ട് ലാസ്റ്റ് മരിച്ചാല് ഈ ചീത്ത പറഞ്ഞ കുറ്റം കിട്ടൂലേ? പെണ്ണ് പാവല്ലേ, പെണ്ണിന് നമ്മളല്ലേ ഉള്ളൂ, നമ്മളെ വിചാരിച്ച് വന്നതല്ലേ, അതൊന്നും നമുക്ക് ബോധമുണ്ടാവില്ല. നമുക്ക് ചൂട് മാത്രം. എന്നാ പെണ്ണുങ്ങൾ വേറെ കാര്യം ചെയ്യണം കേട്ടോ. ഒരു ചുരിദാർ കൊണ്ടുവന്ന് കാണെങ്കിൽ ഒരു ചെറിയ ഒരു മട്ടത്തിൽ അതിനൊക്കെ സ്വീകരിക്കണം. ചുരിദാർ കൊണ്ടുവന്ന് എടുത്ത് കാണി, ഇത് എവിടെ കിട്ടിയതാ നിങ്ങൾക്ക് മുട്ട ആദ്യക്കോളന്ന് കിട്ടതല്ല, ഇത് എവിടെ കിട്ടിയ സാധനം ഒരു ജാതി ദത്തത്തിന്റെ കളറ്, ഈ നീലം മുക്കിയ കളറ് അത് കൊണ്ടുവരുമ്പോ തന്നെ അയാളാണെങ്കിലോ പെട്രോൾ കഴിഞ്ഞ് വണ്ടി ഉരുട്ടി, അതിനിടയിൽ പോലീസ് കയ്യാട്ടി ഇല്ലിക്കെട്ടായിട്ട് വരികയാണ്. ക്ഷീണിച്ച് വരുമ്പോ തന്നെ ദത്താതെ കഴിയുമ്പോ ദേഷ്യം പിടിക്കും. അതേ സമയത്ത് വരുമ്പോ തന്നെ ഏത് സാധനമാണെങ്കിൽ കൊണ്ടുവന്നാല് വരിക ചായ അടിച്ചോളി, എന്താ റാത്തര, എന്താ സൂപ്പായോ, എന്റെ വണ്ടിക്ക് എന്തോ പറ്റുങ്ങൾ എന്തെങ്ങനെ കൊയങ്ങിന് ചായ കൊടുത്തു മോളെ. അപ്പൊ എന്നിട്ട് പറയും താത്താന്റെ ചുരിദാർമേലുള്ള അതില്ലേ അത് തുമ്മലില്ല, ഞാൻ നാളെ മാറ്റി കൊണ്ടുവരുന്നത്. അതേ സമയത്ത് ആദ്യം വന്ന ചങ്ങായി ഏതാക്കുന്നത് കൊണ്ടുവന്ന വെച്ചേക്കാളി അത് മാറ്റാൻ എനിക്ക് കിള്ളതാണ് കിട്ടോന്നറിയും. അത് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നൗഷാദ് ബാഖുവിന്റെ പ്രസംഗത്തിൽ 30 ദിവസം പറയുന്നുണ്ട്, ഒരു പെണ്ണ് എന്ത് ചെയ്താലും എന്താക്കോലെ അംഗീകരിക്കൂലോ, എന്ത് ഞാൻ ചെയ്താലും ഇങ്ങനെ. അപ്പൊ മൂപ്പർക്കൊരു വാസി, ഇന്നടക്കട്ടെ അന്നെ കാണിച്ചതാ അങ്ങനെ മൂപ്പര് എന്താക്കിയാലേ മൂപ്പര് പ്രസംഗത്തിൽ പറഞ്ഞാട്ടാ ഉള്ളതോ അല്ലാത്തൊന്നും അറിയില്ല, അതൊന്നും കമ്മിറ്റി അറിയില്ല. മൂപ്പര് പറയാണ് ഈ പെണ്ണ് എന്ത് ചെയ്താലും ഓളൊക്കെ ആയപ്പോലെ മൂപ്പര് സാറാ ബലു സാറാണ് തെത്തങ്ങൾ ഇങ്ങനെ. അപ്പൊ മൂപ്പര് ദിവസം അപ്സ്റ്റേറിന്റെ മുകളിൽ കയറി, മുറ്റത്ത് അപ്പുറം കൊളാണ്. ഇയാളെന്താ ഒരു പ്രത്യേക കോട്ടും പ്രത്യേക ഷൂ ഒക്കെ ഇട്ടിട്ട് പ്രത്യേക ഒരു മുഖംമൂടി ഒക്കെ ഇട്ടിട്ട് റെഡി ചെയ്യുന്നുണ്ട്. ഇവള് അടിച്ചു വരുമ്പോ മോൾക്ക് നോക്കിയാൽ കാണും ഓപ്പൺ ആണ്, ഇതിനപ്പുറത്ത് കൊളുവാണ്. ഈ അപ്സ്റ്റേറിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് റെഡി 1 2 3 പോക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയി അപ്പുറത്ത് കുളത്ത് കണ്ടുപോയി. ഇവള് ഇപ്പൊ ഇന്നലെ കൊച്ചിയിൽ പറക്കണം വെച്ചെന്ന് അറിയാണ്ട് ഒരു സാധനം ഇട്ട് ചങ്ങായി പറക്കണം. എനിക്ക് വാങ്ങി കണ്ടപ്പോ തന്നെ പുറത്തേക്ക് പോകാൻ പറ്റും തോന്നി, കാരണം എവിടെയും ബ്ലോക്ക് ഉണ്ടാവില്ലല്ലോ. എന്തായാലും ചങ്ങായി പോയപ്പോ സുബ്ഹാനല്ലാഹ് പെണ്ണ് ഭയങ്കര അത്ഭുതമായി. ഇയാള് കുളിച്ച് ഫ്രഷ് ആയി അപ്പുറത്ത് കൂടെ വന്ന് സീറ്റ് ഔട്ടിൽ വന്നു നോക്കിയാണ് നിങ്ങൾ കണ്ടോ എന്ത് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തടി സംഭവമാണത്, എന്ത് നിങ്ങളോട് പറഞ്ഞ കാര്യമില്ല,
ജി പറയ എന്താണ്? അപ്പൊ പറയണേ, നോക്കിയാണീ ഒരു മനുഷ്യനാണോ മലക്കാണോ ജിന്നാണോ നല്ലൊരു സാധനം ഇങ്ങനെ കണ്ട് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റേറിന്റെ മുകളിൽ ഒരൊറ്റ പറക്കല് തന്നെ. എന്നിട്ടോ അപ്പുറത്ത് പുറത്ത് കണ്ട് പോയിക്കുന്ന ഒരു പ്രത്യേക ഷൂവും കോട്ട് തന്നെ. അതൊരു സംഭവമല്ലെന്ന് വെച്ച്, അതൊരു സംഭവം തന്നെ. അപ്പൊ മൂപ്പര് പറഞ്ഞു, അത് ഞാനേനി നിങ്ങളേനി അതന്നെ ഒരു ചെരിവ് വിട്ടില്ല. അതാണ് ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട്. നല്ല റേഞ്ച് ഉള്ള പെണ്ണെന്താ ചെയ്യാറ്? നിങ്ങള് മൂപ്പരങ്ങനെ കുഞ്ഞപ്പൊക്കെ നോക്കിയാണ് നിങ്ങൾ ആ നടത്തം കണ്ടാണ്ടല്ലോ വേറെ പെൺകുട്ടികൾ കാണട്ടെ നിങ്ങളെ താന്നല്ലേ. അപ്പൊ മൂപ്പരിങ്ങനെ ശ്വാസൊക്കെ പിടിച്ച് കൊലായ്മത്തിരിക്കും. പിന്നെ ഓള് പറയാണ്, നോക്കിയാണ് എനിക്ക് നാളെ ഇന്നോടെ പോണ്ടി പോയിക്കോടി എപ്പോഴാച്ചാ വന്നോ, കാരണം മൂപ്പര് ഉസാറിലല്ലേ. അതേസമയത്ത് ചില പെൺകുട്ടികൾ പാവായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എടുക്കാ നമ്മുടെ അന്നോടല്ലേ പോണ്ടാറിഞ്ഞു വെറുതെ നമ്മള് പോട്ടറിയും ആന്ന് പറഞ്ഞാ പോരെ. പിന്നെ പെണ്ണിന്റെ ഐഡിയ എടുക്കേണ്ടി വരും. എന്താ ഐഡിയ അറിയാം നിങ്ങൾക്ക്? ആദ്യം നല്ല പോലെ പോയി പൂർത്തിയേരി പിന്നെന്താക്കിയാ നോക്കിയാണ് ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ നോക്കിയാൽ നമ്മളെ മറ്റേ താത്ത വന്നിട്ട് താത്ത ഞാൻ മാത്രമേ വരാത്തുള്ളൂ. പിന്നെ എന്നോടെ പോണ്ടാറിഞ്ഞ മൂന്നാമത്തെ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ എടുത്താൽ ചെറിയൊരു സ്നേഹമുള്ള ആളാണെങ്കിൽ വിടും. എന്താ ഐഡിയ അറിയാം നിങ്ങൾക്ക്? ഇനി എല്ലാ ഐഡിയ വിചാരിച്ച് വിടാതൊക്കെ ഉണ്ടാവും. ആ വറ്റികൾ പോയി വന്നോട്ടെ. എന്താ ഐഡിയ അറിയാം? അങ്ങോട്ട് നിലവിളിച്ചാ പിന്നുണ്ടല്ലോ പോയി പോരുന്നറിയാം. വെറുതെ അതിന് നിൽക്കണ്ട. നമ്മളെന്താക്കിയാൽ മതി, വേഗം കണ്ടു വിട്ടാ. ഇന്നാളൊരു പെണ്ണ് പറഞ്ഞിട്ട് ചിരിച്ച് മുള്ളുറിയാണ് ഞാൻ. പുതിയാപ്പിളെ പേരെന്ന് ചോദിച്ചാലും വിടൂലോ. മൂപ്പര് ചോദിച്ചാൽ വിടാത്ത സ്ഥലത്തേക്ക് തന്നെ പുയ്യാപ്പിള മദ്രസ പോണ മൊയിലേറാ. മദ്രസ കണ്ട് എത്തിയ പെണ്ണ് ഫോൺ ചെയ്യൂലേ, നോക്കിയാണെങ്കിൽ ഞാൻ പോയി ഇറച്ചേ. അപ്പൊ മറ്റുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ആന്നറിയോലേ. എന്നിട്ട് എന്താ പരിപാടി അറിയോ? മൂപ്പര് തിരിച്ചു വരുമ്പോഴത്തേന് മാറ്റി റെഡി ആയിങ്ങനെ നിൽക്കും. ഞാൻ പോട്ടെ. അപ്പൊ എന്നോട് ആരെ പോകുമ്പോ നിങ്ങളെ സംഭവം തന്ന് നഞ്ഞി പോവാ മൂപ്പറിനെ ആക്കി കൊടുക്കും. എന്തെല്ലാം രസാണ്. അള്ളാഹു തആല നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. പാവാണിട്ടോ പെണ്ണുങ്ങൾ സ്നേഹിച്ചോളിട്ടോ. സ്നേഹിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഇന്നോടൊരാൾ ഉപദേശിച്ചിനി കല്യാണം കഴിക്കുമ്പോ, ഈ എന്റെ ഈ ചിരിയും തമാസമൊന്നും എന്റെ പെണ്ണുങ്ങളോട് പറ്റൂലട്ടോ, കുറച്ചൊക്കെ ശ്വാസം പിടിച്ചു നിന്നോണ്ടി. അള്ളാഹു തആലയുടെ റഫ്യൂ കൊണ്ട് വമ്പത്തരം പറയില്ല. ഞാനും എന്റെ പെണ്ണുങ്ങളും തെറ്റിയില്ല. പക്ഷെ ആ പറഞ്ഞ ആളെ പെണ്ണുങ്ങളെ രണ്ടെണ്ണം തെറ്റിച്ച് കൊണ്ടുപോയി പിന്നെ കൂട്ടിക്കൊണ്ടുവന്ന. അപ്പൊ ഇത് കുറ്റം പറയാനായിരിക്കും. ആളെ പറഞ്ഞില്ലേ, ആളെ നിങ്ങൾക്ക് അറിയും വേണ്ട. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഞാൻ വിഷയം പറഞ്ഞതാണ്. അതെന്താന്ന് പറഞ്ഞാല് നമ്മൾക്ക് സ്നേഹം. ഉമ്മനോട് അങ്ങനെ തന്നെ, ഉമ്മനോട് തള്ളയെന്നൊക്കെ വിളിക്കുന്ന ഒരു ജാതി മനുഷ്യന്മാരുണ്ട്. എത്ര പാവപ്പെട്ട് സ്നേഹിച്ച് പോറ്റി വളർത്തിയ ഉമ്മയാണ്. ആ ഉമ്മാന്റെ സ്നേഹം എത്രയാണ് അത് നമുക്കറിയില്ല. നമ്മൾ പെണ്ണിട്ടിപ്പോൾ ആ സ്നേഹം പോയത്. കാരണം എന്താ, പെണ്ണിന്റെ സ്നേഹം കിട്ടിയപ്പോൾ ചിലർക്ക് ഉമ്മന്റെ സ്നേഹം പോകും. അതാകരുത്. അത് വിചാരിച്ചിട്ട് ഉമ്മനെ സ്നേഹിച്ചിട്ട് പെണ്ണ് അങ്ങനെ ആകരുത്. ഉമ്മ പെണ്ണ് രണ്ടും സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കണം. അതിന് കുറച്ച് പണി ഉണ്ടാവും. എന്താ പണി നിറങ്ങള്? സ്നേഹിക്കല് വെറുതെ പണിയാ. നമ്മളൊരു പാവായി കൊടുക്കുക. വീക്ക്നെസ് നമുക്കുണ്ടാകും, ഓൽക്കുണ്ടാകും. ഓലെ വീക്ക്നെസ് മാത്രം നമ്മൾ കാണും. നമ്മള് കല്യാണപ്പരെ പോയാല് പെണ്ണുങ്ങളെ ചോറ്ററയിൽ ഇങ്ങനെ ചോറ് കളപ്പും. എന്നാ നമ്മളെ പെണ്ണുങ്ങൾ ഒരു ചങ്ങായിനോട് ചിരിച്ചാലോ അത് ഭയങ്കര പ്രശ്നം. ഒന്നിരിക്കലും ഇവൻ എന്താക്കണം, പെണ്ണുങ്ങളെ ചോറ്ററയിൽ പോകാതെ അതേപോലെ അന്യ പെണ്ണിനോട് ചിരിക്കാതെ ഓൻ നിൽക്കണം. അല്ലാതെ ഓന്റെ പെണ്ണുങ്ങൾ ചിരിച്ചാലും ഭയങ്കര പോലും ഉപയോഗിക്കാത്ത എന്താ അങ്ങനെ? അത് ആദ്യം അവനാ നന്നാകുക, എന്നിട്ട് ഓളെ നോക്കുക. മനസ്സിലായാലും നിങ്ങൾക്ക്? ഓളെന്ത് ചെയ്താലും ഓള് കുറച്ചിക്കാണെങ്കിൽ അത് ഛർദിച്ചത്, നമ്മള് കുറച്ചാലോ അത് നല്ലൊരു സംഭവം. അങ്ങനൊന്നും പറ്റൂല. സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ. മക്കളാണെങ്കിലോ നല്ല സ്വഭാവമുള്ള നമ്മളത്, മോശപ്പെട്ടതോ ഓളത്. നബിദിനത്തിന് കുട്ടി ഇങ്ങനെ പ്രസംഗിച്ചില്ലേ, കല്ലുകെട്ട് കാഞ്ഞിരെ കുറ്റി മുതൽ മുള്ളുകൊണ്ട് മുറുക്കൻ പാമ്പ് വരെ ബിംബങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതരായി ഇതിങ്ങനെ പ്രസംഗിച്ചിട്ട് കുട്ടി ടോപ്പായപ്പോ എല്ലാവരും കൂടി കുട്ടീനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ടോപ്പാക്കി കൊണ്ടുവരാ. അപ്പൊ ഇയാള് പറയാണ് ഒരു ഇങ്ങനെ മോന്. അപ്പൊ ഓള് പറഞ്ഞു അതേ സ്ഥലല്ലേ ഒക്കെ പറഞ്ഞു. പോരലെത്തിയപ്പോ ഇതിന്റെ നേരെ അഞ്ചെത്തി അപ്പൊ പറയാം എൻ്റെ ഒരു കുട്ടി നൊലോച്ചതോളത് പ്രസംഗിച്ച രണ്ടു ഇയാൾ തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും വേണ്ട. അതേസമയത്ത് പെണ്ണുങ്ങൾ ആണുങ്ങളെ അംഗീകരിക്കുക, ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് സ്നേഹം കൊടുക്കും. ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഒരൊറ്റ ഒരു എന്താ പറയുക ഉപകാരം, ഈ ഒരു ഉപകാരം ഉണ്ടാകണം. ഇന്ന് മുതൽ ചൂട് ഓഫാക്കി കളി. നമ്മൾ ചൂടായിട്ട് എന്തേ കാര്യം കേട്ടോ. നമുക്ക് അങ്ങാടിയിൽ നിന്ന് ചൂടായിട്ട് പെണ്ണിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ചൂടായിട്ട് ആ ചൂട് ഒഴിവാക്കിയാൽ നമുക്ക് സ്നേഹം കിട്ടുന്നു മാത്രമല്ല സമാധാനം കിട്ടും.
എന്തിനാ വെറുതെ ഹീറ്റാണ്? എന്താ കാര്യം? അതുകൊണ്ട് ഒരു കാര്യമില്ല, രണ്ട് കാര്യം കൊണ്ട കാര്യമില്ല. ഒന്ന് ചൂട്, ഒന്ന് ടെൻഷൻ. ചിലരോട് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം ചുരുക്കും കൂടിയില്ല, ഒന്ന് പുഞ്ചിരിച്ചൂടെ? എന്തായാലും ടെൻഷൻ ആണോ അല്ലേ? ടെൻഷൻ ആളുകൾക്ക് ടെൻഷൻ. നമ്മളെ വാർത്തകളെ കഥ കാണാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കറിയോ, ഞാൻ ജീവിക്കുന്ന ഫറൂഖ് പഞ്ചായത്തിലെ കോഴിക്കോട് ജില്ലയിൽ, അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്ന 12 കൊല്ലം കഴിഞ്ഞു. എന്താ? ഊരന്റെ എല്ല് പൊട്ടിയതാ. സ്നേഹിച്ചു നോക്കിയ മൂപ്പര് പെണ്ണുങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ട്യൂമർ ഉണ്ടായിട്ട് മരിച്ചും ചെയ്ത്. നിങ്ങൾ ആലോചിക്കുകയാണ്, ആ മനുഷ്യൻ ഇപ്പോഴും അങ്ങനെ കിടക്കാം. എന്നാൽ അയാളെ മുഖത്തൊരു പുഞ്ചിരിയാണ്. അതാ രസം. എന്താ ടെൻഷനായിട്ട് ഉസ്താദേ? ആ മനുഷ്യൻ നിങ്ങൾ ആലോചിക്കി. നമ്മക്കോ ചെറിയ കാലൊന്ന് വെച്ചുത്തിക്കാണ് വാട്സപ്പിൽ വിട്ടു, എടോ കാല് വെച്ചുത്തിക്കാണ് എല്ലാവരും ദ്വാരിക്കുന്നു. എന്താന്നല്ലേ നമുക്ക് നമ്മളെ പറ്റി മനസ്സിലാക്കണേ. താഴോട്ട് നോക്കണം, മേലോട്ട് നോക്കിയാൽ ഒന്നും അറിയില്ല. നമ്മൾക്ക് അല്ലാഹു തആല തന്ന അനുഗ്രഹത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ച് അൽഹംദുലില്ലാഹ് പറയാൻ നോക്കി, സമാധാനിക്കാൻ നോക്കി. ഞാന് ഈ സ്ട്രോക്ക് വന്നപ്പോഴേ കയ്യും കാലും തളർന്നില്ലേ, അപ്പൊ ആദ്യത്തെ 2 ദിവസം ഈ തലക്ക് ഗുളികന്റെ എഫക്റ്റ് ആണോ അല്ലെങ്കിൽ രോഗത്തിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല, ഒരു ജാതി ഇങ്ങനെ. അപ്പൊ എന്നോട് ഒരുത്തം വന്നിട്ട് എന്തായാലും ടെൻഷനാണ്. എന്റെ ജ്യേഷ്ഠ മന്ത്രി മന്ത്രിച്ചെന്ന്. അപ്പൊ അൽഹംദുലില്ലാഹ് ഒരു സമാധാനം കിട്ടി. പക്ഷെ എന്നാലും പിന്നെ ഒരു മൂഡ് ഓഫ് എന്ന് നിൽക്കുമ്പോ എന്റെ ഒരു കൂട്ടുകാരൻ ജാഫർ ഉണ്ട്, ഓൺ മൊബൈൽ ഇട്ടുന്നുണ്ട്. ഇതൊന്ന് കേട്ടാളിയാണ്. എന്താ സംഭവം എന്നറിയങ്ങള്? അദ്ദേഹത്തിന്റെ കാല് മുറിക്കേണ്ടി വന്നു. കാരണം എന്താ? കാലിന് രോഗം ബാധിച്ചതാണ്. അന്നത്തെ സിസ്റ്റം എന്താണ്? അന്ന് രോഗം മുകളിലോട്ട് കയറാതിരിക്കാൻ കാല് മുറിച്ചിട്ട് ബാക്കി ഭാഗം വെണ്ണയിൽ ചൂടാക്കിയിട്ട് വെണ്ണയിൽ മുക്കലാണ്. ആ റളിയല്ലാഹുവിന്റെ കാല് മുറിക്കാൻ അനസ്തേസിയ കൊടുക്കാനൊന്നും സംവിധാനമില്ല. അന്ന് എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ നിങ്ങളെ ദിക്ർ ചെല്ലും, ദിക്റിന്റെ മാസ്മരീക ശക്തിയിൽ നിങ്ങൾ എന്താകണം? നിങ്ങൾ എന്റെ കാല് മുറിക്കണം. ആ കാലിന് വന്ന രോഗം മുകളിലോട്ട് കയറാതിരിക്കാൻ എന്തു തീരുമാനമായി? സുബ്ഹാനല്ലാഹ്. കാല് മുറിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ആളുകൾ, ഡോക്ടർമാർ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ആ നേരത്തെ ദിക്ർ തുടങ്ങുകയാണ്. ദിക്റിന്റെ ആ ലഹരിയിൽ കാല് മുറിച്ചു. അദ്ദേഹം അറിഞ്ഞില്ല. എന്നിട്ട് കാല് മുറിച്ചിട്ട് ആ കാലിന്റെ കഷ്ടമുണ്ടല്ലോ, ആ കഷ്ടം ബോധം തെളിഞ്ഞപ്പോൾ കയ്യിൽ കൊടുത്തു. കൊടുത്ത നേരത്തെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹ്, എന്റെ ഈ ഒരു കാലല്ലേ മുറിച്ചിട്ടുള്ളൂ, എനിക്ക് എത്ര അവയവം അല്ലാഹു തആല തന്നിട്ടുണ്ട്. ആ റളിയല്ലാഹുവിന്റെ മകനെ ആലയിൽ കെട്ടിയിട്ടുള്ള കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ആലയിൽ കെട്ടിയ കുതിര വന്നിട്ട് കുട്ടിയെ കുത്തിക്കൊന്നു. കൊന്ന നേരത്തെ അദ്ദേഹം പറയാ, എനിക്ക് 4 മക്കളെ തന്നിട്ട് ഒന്നിനെയല്ലേ നീ കൊണ്ടുപോയിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്. ഇത് ഞാൻ മലപ്പുറത്തുനിന്ന് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, അത് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇട്ടെന്ന്. ഇതൊന്ന് കേട്ടു നോക്കിയാണ്. എങ്ങനെയുണ്ട്? കാല് മുറിച്ചിട്ട് ഓർക്ക് ടെൻഷൻ ഇല്ല, പിന്നെ ഒന്ന് കുഴഞ്ഞതിന് എന്തിനാ ഞാൻ ടെൻഷനാണ്? ടെൻഷന്റെ കുപ്പായ അവിടെ കഴിച്ചിട്ട് ഖലാസ്, പിന്നെ ടെൻഷനൊന്നും ഇല്ല. എന്തിനാ ടെൻഷൻ? ടെൻഷനായിട്ട് കയ്യും കാലം നന്നാവോ? ടെൻഷനായിട്ട് രോഗം മാറുമോ? ടെൻഷനായിട്ട് ക്യാൻസർ ഉണ്ടാകുമോ? ക്യാൻസർ മാറുമോ? ടെൻഷനായിട്ട് പൈസ ഉണ്ടാകുമോ? പൈസ പോകുമോ? ടെൻഷനായിട്ട് കടം വീടുമോ? ടെൻഷനായിട്ട് മോളെ കെട്ടിക്കോ? ടെൻഷനായിട്ട് ഒന്നും നടക്കൂല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇബ്നു സാബിത്ത് ഒരു പാട്ട് പാടിയിട്ട് حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله الأول والآخر هو الظاهر والباطن هو جل جلاله سبحانه لا إله إلا هو حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله അഴകിലും അഴകായി വാഴുന്ന അഹദവനിൽ പ്രിയരാകുന്ന അതിശയനൂറ് പൊഴിക്കുന്ന അംബിയ രാജ റസൂലുള്ളാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദി സമാനിൽ ഉദിച്ച നബി ആലമിതാകെ നയിച്ച നബി ആഖിറ ലോകമിൽ അധിപതിയായി അല്ലാഹുവിന്റെ ഹബീബ് നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അമ്പവനരികിൽ ചെന്ന് നബി അർശും കുർസും കണ്ട് നബി
അധിക മനോഹര ത്വാഹ നബി അജബിലും അജബൻ മുത്ത് നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദി പിതാവിൻ സുൽബകമിൽ ആദിമനൂറൊളിവായവരെ ആക ജഗത്തിലെ നായകരെ ആലം കാത്ത മഹാമദിയെ അഷ്റഫ് ഹൽക്ക് പ്രവാചകരെ അജ്മലി യാസീൻ സയ്യിദരെ അഷ്റഫ് ഹൽക്ക് പ്രവാചകരെ അജ്മലി യാസീൻ സയ്യിദരെ അക്മൽ ഹുലുക്കിനുടയവരെ അഹമ്മദ് നബിയെ തിരുമലരെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അലമാകെ ആശയാലേ ആദരിക്കും എൻ ഖാജാ നബിയോരേ പാരിനെന്നും പാലകന്റെ പവന പൂ ത്വാഹ തിരുനൂറേ സൈനുൽ അംബിയ നബിയുല്ലാഹ് റഹ്മത്താലം റസൂലുള്ളാഹ് അഷ്റഫ് ഹൽഖ് ഹബീബുല്ലാഹ് യാ റസൂലേ സ്വല്ലല്ലാഹ് അഹദിൻ തിരുനിധിയല്ലേ ആരംഭക്കനിയല്ലേ ആദി നിറഞ്ഞ മനസ്സിൽ ആനന്ദം നബിയല്ലേ അംബിയ ലോകം വാഴും നായകരാം നൂറല്ലേ ആദിചരാചരമെല്ലാം ആ ഗുരു കാരണമല്ലേ അഹദിൻ തിരുനിധിയല്ലേ ആരംഭക്കനിയല്ലേ ആദി നിറഞ്ഞ മനസ്സിൽ ആനന്ദം നബിയല്ലേ അംബിയ ലോകം വാഴും നായകരാം നൂറല്ലേ ആദിചരാചരമെല്ലാം ആ ഗുരു കാരണമല്ലേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇറാശി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇറാശി നേരെ പോരുമ്പോ പെണ്ണിങ്ങനെ ജനവാതിലുള്ളിൽ കൂടെ അല്ലെങ്കിൽ പറയാം ആ ചെറിയ ഓളിച്ചിലൂടെ നോക്കി ഒട്ടകത്തിനെ കൊണ്ടുപോകുന്നത്. പാവം പട്ടിയായ വീട്ടിൽ വന്നിട്ട് വേണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ. കുറെ പോയി മക്കയിലെ ചന്തയിലെത്തി. അവിടെ ചന്തയിൽ ഈ ഒട്ടകത്തിനെ കെട്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഓലരും വന്ന് വില പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു മാന്യൻ, അയാളെ കണ്ട ഒരു സംഭവമാണ്, ഒരു അതാറുള്ള മനുഷ്യൻ. ഇതിന് വിൽക്കാനുള്ളതാണോ? പിന്നെ ഇതിനുള്ളത് വിൽക്കാനുള്ള തന്നെ. ഇയാൾ ഉദാഹരണത്തിന് പറയാം 1500 രൂപ ഒന്നിന്, 1500 രൂപ ഒന്നിന് 3000 രൂപ പറഞ്ഞു. അപ്പൊ ഇയാള് പറയുന്നത് വന്നാള് ഞാൻ 5000 തരാം. 3000 രൂപ സാധനത്തിന് 5000 തരാന്ന് പറയിക്കോട്ടെ എന്നാണ്. അയാളെ കൂടുതൽ വൃത്യൻ അയാളുണ്ട്. അയാളോട് പറഞ്ഞ് ഈ മുതലാളി പിടിച്ചോന്നു കയറ് പിടിച്ചിട്ട്, ഒട്ടകത്തിന്റെ കയറും പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഈ മുതലാളി കൂടെ ഈ തൊഴിലാളി നടക്കുമ്പോ അല്ലെങ്കിൽ അയാൾ അടിമ നടക്കുമ്പോ കാശിന് വേണ്ടി കൈകാട്ടിയപ്പോ ഇയാൾ പറയാണ് ഇൻഷാ അല്ലാഹ് ബുക്ര അനാതിക്, നാളെ തരാന്ന്. സുബ്ഹാനല്ലാഹ് എന്ത് ചെയ്യും? പട്ടിണിയായിട്ട് അടിങ്ങേറായിട്ടാ വന്നത്. അങ്ങനെ നാളെ തരാന്ന് പറഞ്ഞ സൽക്കാരം എന്തായെന്ന് അറിയോ? അന്ന് വീട്ടിക്ക് ചെന്ന് അന്ന് ഉറങ്ങി. സുബ്ഹാനല്ലാഹ് സമാധാനം കിട്ടിയില്ല. നേരം പുലർന്ന് വീണ്ടും നേരെ വന്ന് കൊട്ടാരത്തിൽ ആരായി വാങ്ങിപ്പോയ ആളെന്നറിയോ? അബൂജഹൽ എന്ന് പറയുന്ന അബുൽ ഹക്കം. ഈ അബൂജഹലാണ് ഈ വാങ്ങിയ സാധനം. അയാളാണ് ഈ ഉദാറുള്ള മനുഷ്യൻ. അയാളെടുത്ത് കാണാൻ വേണ്ടി വന്നപ്പോ പുറത്തുനിന്ന് ആരോ പറഞ്ഞു മൂപ്പര് അവിടെ ഇല്ല. തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് ചെന്നപ്പോ പെണ്ണുങ്ങൾ ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ ഈ ഒട്ടകത്തിനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒട്ടകവും ഇല്ല, പിന്നെ പൈസ ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ എന്താക്കിയേനെ? അപ്പൊ ഇയാള് പറയാണ്, പൂങ്കരളെ എന്റെ നേരെ നീ കയർത്തിടല്ലേ, പൊരി പൊരിയൻ കൽബിലുള്ള നീ അറിയില്ലേ, സംഭവം സാവിസ്തരം ഓണർത്തിടാം ഞാൻ മുല്ലേ, സാധുവിനെ ഒത്തിരിയും നീ പഴിച്ചിടല്ലേ, പൂങ്കരളെ എന്റെ നേരെ നീ കയർത്തിടല്ലേ, പൊരി പൊരിയൻ കൽബിലുള്ള നീ അറിയില്ലേ, സംഭവം സവിസ്തരം ഓണർത്തിടാം ഞാൻ മുല്ലേ, സാധുവിനെ ഒത്തിരിയും നീ പഴിച്ചിടല്ലേ.
അബൂ ജഹലാലിന്റെ സാധനം വാങ്ങിയത് അബുൽഹക്കമോ തന്നെ. അപ്പൊ ഒക്കെ ആവേശമായി തന്നെ. എന്നിട്ടോ നാളെ വരാൻ പറഞ്ഞു തന്നെ. ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഓൾ അപ്പുറത്തൊക്കെ പോയി പറഞ്ഞ ഒരാള് പറഞ്ഞ് പൈസ കിട്ടിയിട്ട് പറയട്ടോ. ഏതായാലും കിടക്കട്ടെ. ഏതായാലും പിറ്റേന്ന് നേരം പോലെ മൂപ്പർ ഇങ്ങനെ നേരെ വരിക. അപ്പൊ ഈ കൊട്ടാരത്തിന്റെ മുറ്റത്തുണ്ട് ഒരു മനുഷ്യൻ. അയാൾ ചോദിച്ചു, ഇങ്ങനെ കുറച്ച് ദിവസമായല്ലോ, കണ്ടുള്ള കാവലൊരുത്തൻ ജാഹിലില്ല സത്യമുണർത്തി, കണ്ണീർ കൂതിച്ചൊരു ദേഹം ഗേഹം അതിലെത്തി, സഫറോ പല നാളും നിഷ്ഫലം ഇവനെ ചതിയിൽപ്പെടുത്തി. എന്റെ സംഭവം മൂപ്പര് ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ എന്തിനു വരിക അങ്ങനെ, കുറെ ദിവസമായല്ലോ. അപ്പൊ പറഞ്ഞു, ഇന്റെ 2 ഒട്ടകത്തിനെ വാങ്ങി പൈസ തന്നല്ലേ, വീട്ടിൽ പട്ടിയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ആര്? അബുൽഹക്കമോ, നമ്മളെ മഹാരാജാവോ? ആ, ഞാൻ ഇറാഷിക്ക് ഇങ്ങനെ കേറി വരെ. ഏത് ചേരക്കുണ്ടാവുമല്ലോ ജീവൻ വെക്കല്. ഇറാഷിക്ക് ഇങ്ങനെ കേറി വന്ന് നാളെ വന്നാൽ സാധ്യതയുണ്ട്. ആര്? വാച്ച്മാൻ. തിരിച്ച് ഇറാഷി പോവാണ് വീട്ടിക്ക്. അപ്പത്തെ രസം വേറെയാണ്. ഇറാഷി പറയാണ്, ഇന്നവിടെക്കട്ടെ, ഇന്ന് വീട്ടിൽ പോട്ടെ. പെണ്ണുങ്ങൾ പറയണ്ടേ, ആ കത്തി കണ്ടെടുത്ത ഓള് ബേജാറായി. എന്ത് സംഭവം? ഇവിടെ പട്ടിനടക്ക് മൂപ്പര് വന്ന് കത്തി ചോദിക്കരുത്. അപ്പൊ മൂപ്പര് എന്താക്കിയെന്നറിയോ, ഈ കോഴി തേളിനെ കൊത്തനായി മൂപ്പർക്ക് ഈ കത്തി കൊടുക്കുമ്പോ പിടി മൂപ്പത്തിയരെ കൈ പിടിച്ചിട്ട് ആ മൂർച്ചയുള്ള സ്ഥലം കൊടുത്ത് മൂപ്പരടങ്ങേറായി കൂടി വാങ്ങിട്ട് എന്താ ചെയ്തതെന്നറിയോ, പെരടിയിലവിടെ സെറ്റാക്കി വെച്ച്. ഇത് നേരെ താഴത്തേക്ക് ഇവിടെ തൊട്ട് നോക്കിയപ്പോ റെഡിയാ, വാള് റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. മൂപ്പരണ്ട് നടക്കാൻ തുടങ്ങി. പോകുമ്പോ ഒരു വർത്താനാ, ഇവൻ മൂടനായെന്ന് കരുതിയവൻ ഒരു മാടനാ, ഇതിറാശിയ ഇവൻ മൂടനായെന്ന് കരുതിയവൻ ഒരു മാടനാ. ഇതാ വാങ്ങും ഞാൻ എനിക്കെല്ലാം നാളെ അബൂജഹലോ ഇവനോ ഒന്ന് അതാ നീങ്ങുന്ന അതിഉഷ്ണവും അങ്ങ് അടുക്കും കഅബ ഒരു സംഘവും ഇതിറാശിയ ഇവൻ മൂടനാ എന്ന് കരുതിയവൻ ഒരു മാടനാ. ഇറാശി ഫുൾ സ്ട്രോങ്ങില. ഇന്ന് ഒന്നിരിക്കലും ഞാൻ മരിക്കും, അല്ലെങ്കിൽ അബൂജഹൽ മരിക്കും, അല്ലെങ്കിലോ എന്റെ പൈസ കിട്ടും. 3 കൊല്ലം നടക്കുന്നു ഉറപ്പാ. ഇറാശിയാണിത്. നമ്മളോട് കളി കാലായി. എന്താ വിട്ടൂല ഞാൻ. അങ്ങനെ പിന്നെ സ്ട്രോങ് ആകാണ്. അങ്ങനെ വിശപ്പിന്റെ കാടിന്റെ അപ്പുറത്ത് പെണ്ണിന്റെ സംസാരം, മക്കളെ കരച്ചിൽ, ഇതൊക്കെ ഉണ്ട്. നേരെ വന്ന് കൊട്ടാരത്തിന്റെ മുന്നിലെത്തിയപ്പോ അവിടെയാണ് രസം. ഈ അബൂജഹൽ എപ്പോഴും പെണ്ണുങ്ങളോട്, സ്വന്തം പെണ്ണുങ്ങളുടെ മണമാട്ടിനോട്, മുഹമ്മദിനെ കിട്ടിയാൽ അപ്പൊ എന്താകൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ എനിക്ക് കഴിയും. വലിയത് ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഓലോട് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് എനിക്ക് കിട്ടണ്ടല്ലോ. നിമിഷങ്ങൾക്കൊക്കെ ഞാൻ എന്താക്കും, അപ്പൊ ഈ പെണ്ണുങ്ങൾ എപ്പോഴും ഇത് കേൾക്കണതാണ്. ഇതിങ്ങനെ കേട്ട് കേട്ട് വല്ല മനസ്സിലുണ്ട്. അപ്പോഴാണ് ഈ ഒത്തുപത്തും ഷൈബത്തും വലിയതും കൂടെ ഒരു തീരുമാനം. എടാ ഈ റാശി ഇപ്പൊ കുറെ ദിവസമല്ല ഇങ്ങനെ പൈസക്ക് വരുന്നത്, നമുക്കൊരു ചാൻസ് ഉണ്ട്. എന്തെന്നറിയങ്ങള്, നമ്മൾ പറയാം, റസൂലുള്ളാഹിനോട് പറയാൻ. അപ്പൊ എന്താകൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും. അപ്പൊ എന്താകൂ, അപ്പൊ അബൂജഹൽ ഒറ്റക്ക് കിട്ടും. അപ്പൊ എന്താകൂ, വെട്ടു. അപ്പൊ നമുക്ക് എന്താക്കാം, ഇങ്ങനെ കണ്ടു നിൽക്കാം. അപ്പൊ എന്താകും, നമുക്ക് നല്ല ആലോചിച്ചാക്കും ആകും. എന്തായി നിറങ്ങൾക്ക് ഈ റാഷിനോട് ഒരു ഒത്തുപത്ത് ഷൈബത്ത് വലിയപ്പെട്ടൊരു സാധനം അന്റെ പൈസ വാങ്ങി തരാനേ ദുനിയാവിൽ ഒരാൾക്ക് കഴിയുള്ളൂ. എന്താ? അതാ ആ കബാലയത്തിന്റെ മുറ്റത്ത് വെള്ള വസ്ത്രധാരികളായ കുറച്ച് ആളുകളെ കണ്ടില്ല. അതിൽ സുമുഖനും സുന്ദരനുമായ ഒരു വ്യക്തിത്വമുണ്ട്. ഓരോട് പോയി ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. നേരെ ചെന്ന് റാശി
റാഷി എന്നിട്ട് പറഞ്ഞു എന്റെ പൈസ ഇങ്ങനെ ഒട്ടകം വാങ്ങിയാണ് ഈ അബൂജഹൽ അബുൽ ഹക്കം എന്നാ പറയണത് വാങ്ങി തരാൻ അവിടുന്ന് കഴിയുള്ളൂ എന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉടനെ നീച്ചി. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു ഒറ്റക്ക് പോവാണ്? ഒറ്റക്ക് മതി. അപ്പുറത്ത് ഒറ്റക്ക് വരുന്ന കാത്തിരിക്കുകയാണ്. യാ റബ്ബ് മുത്ത് റസൂലും ഇറാഷിയുമേ മാണിൽ പരപ്പിൽ നടന്നിടുമേ വേഗം ഒരുവൻ രഹസ്യമായി നേരിൽ കാണുവാൻ കൊതിയുമായി മുത്ത് റസൂലും ഇറാഷിയുമേ മാണിൽ പരപ്പിൽ നടന്നിടുമേ നേരം ഒരുവൻ രഹസ്യമായി നേരിൽ കാണുവാൻ നുണയുമായി അവർ ചിരിക്കും പൊട്ടിച്ചിരിക്കും റസൂലവരെ വധവും ഓർക്കും ഒരു വിധിയാ നൂറുക്ക് ചൊല്ലി അതിലധികം പരിഹസിക്കും മുത്ത് റസൂലും ഇറാഷിയുമേ മണൽ പരപ്പിൽ നടന്നിടുമേ നേരം ഒരുവൻ രഹസ്യമായി നേരിൽ കാണുവാൻ നുണയുമായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇറാഷിൻ കൂടെ ഇങ്ങനെ വരുമ്പോത്തിന് ഇവിടെ സംഭവം നടക്കണം. എന്താ ഇത്തിക്കല്ലിൽ കൂടെ നത്ത് നോക്കണ മാതിരി ഓരോ സാധനങ്ങൾ ഒത്തുപത്ത് ശൈബത്ത് വലിയ ഇതൊക്കെ ഓരോ പൂന്തോപ്പിന്റെയും പൂവിന്റെയും മേഷന്റെയും ടേബിളിന്റെയും അതുപോലെ സ്റ്റൂളിന്റെയും ബാക്കിൽ ഉള്ളിലൊക്കെ ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ രംഗം കാണാൻ വരും. കിട്ടിയാൽ ഞാൻ വിട്ടു അതിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോത്തിന് പെണ്ണുങ്ങളും വന്ന് ഓളും അപ്പുറത്തുണ്ട്. അപ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വന്നിട്ട് മുന്നിൽ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നിട്ട് എടാ ജാഹിൽ ഇവനെ നീ അറിയുകില്ലേ ഇവന്റെ അവസ്ഥ നീ അറിയുകില്ലേ ഇവൻ ഹക്ക് കൊടുത്തിടാൻ മടിച്ചിടുന്നു ഇതാ ഞാൻ അത് വാങ്ങും കൊടുത്തിടുന്നു. ഇത് കേട്ട് അബൂജഹലിനെ വിളി അബൂജഹലേ വന്ന വരവെങ്ങനെ അറിയങ്ങള് നല്ല മൂർച്ചുള്ള വാളേറ്റ് വാള് പിടിച്ച് ഇവിടെ ഇങ്ങനെ കാണാൻ ആള് കാത്തിരിക്കാണ് വെട്ടുന്ന രംഗം. ഇവൻ വാള് പിടിച്ചിട്ട് അകത്തളത്തിൽ നിന്ന് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഒരു വരവ്. ആ വരവ് ഇങ്ങനെ കണ്ടപ്പോ ഇറാശി മാത്രല്ല ചുറ്റുപാത്തുള്ളവരൊക്കെ ഞെട്ടി വന്നിട്ട് നേരെ വന്നിട്ട് മുന്നിൽ അങ്ങോട്ട് നിന്നിട്ട് ഇവനക്ക് പൈസ കൊടുക്കാണ്ടോ? എന്നാ കൊടുക്കട പൈസ. നേരെ ഉള്ളിൽ പോയിട്ട് നാലാളെ വിളിച്ചാ പൊന്താത്ത പെട്ടി ഒറ്റക്ക് വലിച്ചു കൊണ്ടുവന്ന് തുറക്കട പെട്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇറാശിൽ തിരിച്ചു പോന്നു. അപ്പോ വന്നില്ലേ ഇവന്റെ കാട്ടിന്നറി പൈസ കൊടുത്തിട്ട് അവിടെ വീണ് കിടക്കുക. ഒരൊറ്റാക്ക് ഓനെ പൊന്തൂല അത്ര അവന്റെ കനം. ഓരോരുത്തർ വന്നിട്ട് ഒത്തുപത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഏതാ സാധനം ഓലിങ്ങനെ വന്നിട്ട് അപ്പൊ അതിന് പെണ്ണുങ്ങൾ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ കളിയാക്കിയിട്ട് അബൂജഹൽ ഇട്ട് പൊരിക്കുകയാണ്. അപ്പോഴാണ് അബൂജഹൽ പറയാ മക്കളെ ഞാനായതുകൊണ്ട് എന്റെ തുണി നനഞ്ഞിട്ടേ ഉള്ളൂ. എന്താന്നറിയോ ഞാൻ മൂത്രമൊഴിച്ചിട്ടേ ഉള്ളൂ. എന്താണെന്നറിയോ മുഹമ്മദ് അല്ല എന്നോട് സംസാരിക്കണത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചുമലുകളിൽ രണ്ട് സിംഹങ്ങൾ വന്നിട്ട് പൈസ ഇത് പറയുമ്പോ ഞാൻ പേടിച്ച് പൈസ കൊടുത്തതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ പോരുൾ മക്കത്തുയർന്നപ്പോൾ കുടിലൊര പുരുഷികൾ അരിശത്താൽ നബിയോരെ എതിർത്തിടുന്നേ. പരിശുദ്ധ ഖുർആനിൽ പോരുൾ
താനെ താനം ത്വയ്ബ വിട്ട് ബദർപട പോരത നാടെന്താനേ ഊറുമേ വന്ന് സഫറാനിലടുത്ത് വമ്പരും കമ്പം കാടിത്ത് ഊറ്റമല്ല അബൂ സുഫിയാനും ജനിത്ത് ഒട്ടകം വീട്ടും നീകന്തി ചരിതും കെട്ടിപ്പിടും ദുഷ്ട കഷ്ടർ തീരത്തും ഭയം കിട്ടക്ക പരുത്തും വരും ഹമ്പജ് ചിണ്ടറി വാനബി വിണ്ട് ചിങ്കമകർന്ന് സാഹബോരിൽ നാളെ നാളെ ഇതുവരെ നാളെ വീരുത്താനേ നമ്മൾ നാശമാലേ കണ്ടിപ്പിട്ട് പോലെ വീടുത്താനേ സാരെ സപ്പൂനെ ബി സഹബോരും ചൂഷന്താനേ താനം ത്വയ്ബ വിട്ട് ബദർപട പൊരുതാനാടന്താനേ നാളെ 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 തെരുമതി നാളെ സൂര്യ താനേ ദീർഘം നൽകിയോളി മറുപടി ചൊല്ലി കൊടുത്താനേ കീളമാക്കികൾ പതിരാവും വിടുന്നേ അതിജാരത്തും കാടില്ലേ കീർത്തി പിരിത്തവർ വഴിവരും പോകുന്നേ അപ്പിളോ ചീനം പാണിത്തി കൊടുത്തും അജിനജ് പിച്ച് പച്ച പച്ചക്കാരത്തും തമ്മിൽ തുഷ്ടപ്പെട്ട കത്തി കൊത്തി പീഡിത്തും പടക്കൊണ്ടവരോടൊട്ട് ടിണ്ടിടി പിണ്ടിടി നിന്റെ പടണ്ടി സഹപോരെ സപ്പൂനെ ബി സഹപോരും ചൂഷന്താനേ താനം ത്വയ്ബ വിട്ട് ബദർപട പൊരുത നാടെന്താനേ ബദറിലെ പോരാട്ടം കുഫറിന്റെ തിരിഞ്ഞോട്ടം വടികളും വാളുകളില്ല വിജയമേ മാറിയതിൽ നേട്ടം വിജയിച്ച മോത്ത കിയർ 313 വിജയിച്ച മുത്തഖീങ്ങളെ 313 റസൂലുള്ളാഹി ചുരുരിൽ മത്തി സൈനം റഹ്മാന്റെ റഹ്മത്തിൽ കരമേകും പുണ്യം റമദാനിൽ ബദറഗിദിനും അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പാടി അല്ലാഹു ഓയുവിന് സ്തുതിയും ഓതി ബദറിലെ പോരാട്ടം കുഫറിന്റെ തിരിഞ്ഞോട്ടം വടികളും വാളുകളില്ല വിജയമേ മകൾ നേട്ടം വിജയിച്ച മുത്തഖീങ്ങളിൽ 313 വിജയിച്ച മുത്തഖീങ്ങളിൽ 313 അടിപിടിപെട്ടും കൊടുവാളും കടിപിടി കൊട്ടും പൂലിമാൻ ഇടപടയോട്ടം പാലേ കാലം മാറി അടിപിടിപെട്ടും കൊടുവാളും കടിപിടി കൊട്ടും പൂലിമാൻ ഇടപടയോട്ടം പാലേ കാലം മാറി തമ്മിൽ
അണിനിരന്നിടുന്നു ഞങ്ങൾ ആഹിറം ലഭിച്ചിടുവാൻ അടിയുറച്ചു ചുവട് വെച്ച് മാനസം കുളിർത്തിടുവാൻ ആടിപ്പാടി അഹദിദീൻ സത്യമങ്ങുയർത്തിടുവാൻ ആലമാകെ തെക്കുതിറായി സത്യദീൻ വളർത്തിടുവാൻ ആദമിന് ഭൂമി തന്ന അഹദി നാമം വാഴ്ത്തിടുവാൻ എന്നും ഇനി എന്നും ഇസ്ലാമി പാട് അഹദ് നിന്നെ സ്തുതിച്ചിടുന്നേ ദുആയിരുന്നിടുന്നേ സ്തുതിച്ചിടുന്നേ മാനത്തെ മലക്കുകൾ സുജൂദിൽ വീണ് മഹമൂദർ നബിയോരിൽ സ്വലാത്തും വീണ് മകനീയ സ്തുതിനത്തിൽ സ്തുതി പാടുന്ന മകനീയ സ്തുതിനത്തിൽ സ്തുതിയിരുന്ന് മാനത്തെ മലക്കുകൾ സുജൂദിൽ വീണ് മഹമൂദർ നബിയോരിൽ സ്വലാത്തും വീണ് ചുറ്റുമലങ്കൃത വെള്ളി നിലാവ് ചന്ദ്രപാളിൽ തൂകിയ രാവ് ചന്ദനക്കാറ്റിൽ പരിമളരാവ് ചുറ്റുമലങ്കൃത വെള്ളി നിലാവ് ചന്ദ്രപാളിൽ തൂകിയ രാവ് ചന്ദനക്കാറ്റിൽ പരിമളരാവ് അപ്പീള പാട്ടുകൾ പാടി പറഞ്ഞും കൊണ്ട് മാജിദി നിന്നിൽ ഞങ്ങൾ സേലാമീരെന്ന് മാണിക്ക് പന്തലകത്ത് നീരെന്നും കൊണ്ട് മത്സരത്താൽ പാടിയിട്ട് മാനം തുറന്ന് ആഘോഷത്തിൽ നല്ല സുദിനം വന്നേ ആവേശം പൂത്തു നിറഞ്ഞിടുന്നു ആകാശത്തിൻ മലർക്കാവിലിന്ന് ആനന്ദ പൂമഴ പെയ്തിടുന്നേ പുന്നാര മഹ്മൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂത്ത ഫാത്തിമ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത് പുന്നാര മഹ്മൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂത്ത ഫാത്തിമ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്ത ബീവിക്കുണ്ടൊളി മത്താപ്പ് കാനോത്ത രാവിനായി നീലാകാശമേലാപ്പ് ഖാതിമുൽ അംബിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവി കാനോത്തിന്നാണ് ഖാതിമുൽ അംബിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവി കാനോത്തിന്നാണ് പുന്നാര മഹ്മൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂത്ത ഫാത്തിമ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത് പുന്നാര മഹ്മൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂത്ത ഫാത്തിമ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത് മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീന തൊളിരാജാത്തി ഇഷ്ടക്കടലിൻ്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസഫ് നബിയിൽ നിറഞ്ഞല്ലോ മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീന തൊളിരാജാത്തി അല്ലിപ്പൂമലരിന്റെ മണമുള്ള നിറമുള്ള അലങ്കാര ചിരി തൂകും ഫാത്തിമ ബീവി അലിയാരെ തങ്ങൾ കന്ന് ഇണയത്ത തുണയത്ത അലമെങ്കും സ്മരിച്ചിടും ഫാത്തിമ ബീവി അല്ലിപ്പൂമലരിന്റെ മണമുള്ള നിറമുള്ള അലങ്കാര ചിരി തൂകും ഫാത്തിമ ബീവി അലിയാരെ തങ്ങൾ കന്ന് ഇണയത്ത തുണയത്ത അലമെങ്കും സ്മരിച്ചിടും ഫാത്തിമ ബീവി അറഫ മലക്ക് സലാം ചൊല്ലി പാറി വരും പൂങ്കാറ്റേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ വിളിയാടും നീ കേൾപ്പിക്കേ വിളിയാടും നീ കേൾപ്പിക്കേ അറഫ മലക്ക് സലാം ചൊല്ലി പാറി വരും പൂങ്കാറ്റേ ഇബ്രാഹിം
വിളിയാളം നീ കേൾപ്പിക്ക്, വിളിയാളം നീ കേൾപ്പിക്ക് കിളിയേ, ദിക്ർ പാടി കിളിയേ. സുബ്ഹിക്ക് മിനാരത്തിൽ വാലം വെച്ച് പറക്കുന്ന ദിക്ർ പാടി കിളിയേ നീ നില്ല്. നീലമേല വിട്ടൊരാകാശത്തിനപ്പുറത്തെ സുവർഗത്തിന്റെ അതിർപ്പങ്ങൾ കാണുന്നുണ്ട് ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ട് ചൊല്ല്. തഞ്ചാവൂരെന്ന നാട്ടിൽ മുത്തുഫേട്ടെന്ന തട്ടിൽ തെളിവോടെ അന്തിയുറങ്ങും വലിയുല്ലാഹി മൂസാ നബിയുള്ളാന്റെ മദത്തിന്റെ അണിയായി ശൈഖ് ദാവൂദുൽ ഹഖീം റളിയല്ലാഹു. തഞ്ചാവൂർ എന്ന നാട്ടിൽ മുത്തുഫേട്ടെന്ന തട്ടിൽ തെളിവോടെ